പിന്നെ എന്താ പറയാ, നിങ്ങള് അറബിയില് പരിചയപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പഠിച്ചാണെന്നാണോ? പറയാനല്ലേ. പിന്നെ നമ്മള് ഇപ്പൊ എങ്ങനെ പറഞ്ഞ അറബി ഭാഷയാവുമ്പോ അറബി ഭാഷയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോ അതില് അറബി വേർഡിനെ മൂന്നായിട്ട് തരത്തിരിക്കും. ഒന്ന് ക്രിയകൾ, മറ്റൊന്ന് നാമങ്ങൾ, മറ്റൊന്ന് അക്ഷരങ്ങൾ. ക്രിയകൾക്ക് ഫിഅല് എന്നും നാമങ്ങൾക്ക് ഇസ്മ എന്ന് പറയും, മറ്റേ അക്ഷരങ്ങൾക്ക് ഹർഫ് എന്ന് പറയും. ക്രിയയാവുമ്പോ സ്വന്തം അർത്ഥമുള്ളതും 3 കാലങ്ങളിൽ ഒരു കാലത്തോട് യോജിക്കുന്നതുമായിരിക്കും. നാമമാവുമ്പോ സ്വന്തം അർത്ഥമുള്ളതും 3 കാലങ്ങളിൽ നിന്ന് ഒരു കാലത്തോട് യോജിക്കാത്തതായിരിക്കും. അക്ഷരമാകുമ്പോ സ്വന്തം അർത്ഥമില്ല, മറ്റൊന്നിനോട് കൂടുമ്പോൾ അർത്ഥമുണ്ടാകുന്നതാണ്. ഇതാണ് അറബി ഭാഷയിലെ മുഴുവൻ വേർഡുകളുടെ അവസ്ഥ. ഈ 3 രൂപത്തിൽ ഒന്നായിരിക്കും. അങ്ങനല്ലേ? ഒന്നെന്താണ് ഫീല് പറഞ്ഞാല് കാരണം ഒന്നുകിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നാ പറയാം, അല്ലെങ്കിൽ പ്രവർത്തിക്കും പിന്നെ പിന്നീട് എന്നാ പറയാം, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ പറയാം. അതല്ലാത്ത 3 കാലം അല്ലാത്ത ഒന്നുണ്ടാവില്ല. അപ്പൊ പ്രവർത്തിക്കൽ എന്ന് പറഞ്ഞാലോ അടിക്കൽ എന്ന് പറഞ്ഞ അത് ഇസ്മായിട്ടാണ് അതിനെ പരിഗണിക്കുക, അതിനെ ഫീലായിട്ട് പരിഗണിക്കൂല. അടിക്കൽ എന്ന് പറയുമ്പോ അടിയുടെ പേരാണ് അടിക്കൽ. ശരിയല്ലേ? ഇപ്പൊ ഒരാൾ 2 തല്ല് നടക്കുകയാണ്, അവിടെ എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ അടി നടക്കുന്നു എന്ന് പറയുമ്പോ അടിക്കൽ നടക്കുന്നു. അപ്പൊ അതിന്റെ പേര് അടി എന്നാണ്. അത്രയുള്ള അതിന്റെ പേരായിട്ടാണ്. അപ്പൊ അതില് ഫേലിനെ പറ്റി നമ്മളത് പറഞ്ഞു. ഫേലാവുമ്പോ അത് 14 രൂപത്തിൽ വരും. ഫസ്റ്റിൽ ഫേലാവുമ്പോ അതൊന്നെന്തേക്കാരം, ഒന്ന് പിന്നെ എന്താ പറയാ ഏകവചനവും പുല്ലിംഗവും അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്ത ആളെ സൂചിപ്പിക്കുന്നതും അനുവാദക്രിയയുമായിട്ടുള്ള ഒന്നായിരിക്കും ഫസ്റ്റിൽ വരിക. അപ്പൊ നമ്മള് കർത്തരി ഭൂതകാല അനുവാദക്രിയയിൽ നിന്നുള്ള ഏകവചനത്തിന്റെ പുല്ലിംഗം അങ്ങനെ വേണമെങ്കിൽ പറയാം, പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏതായിരുന്നാലും പിന്നെ ഏകവചനമാണ് ഒന്ന്. എന്തായിരിക്കും അത്? പുല്ലിംഗത്തിന്റെ ഏകവചനായിരിക്കും. അത് സ്ഥലത്തില്ലാത്ത ആളായിരിക്കും. അങ്ങനെയായിരിക്കും ഒന്ന് വരിക. എന്നിട്ട് അതിന്റെ ദ്വിവചനം വരും, അതിന്റെ ബഹുവചനം വരും. ഇനി അതിന്റെ തൊട്ട് താഴെ സ്ത്രീലിംഗത്തിന്റെ ഇതേ രൂപം വരും. പിന്നെ അത് കഴിഞ്ഞ് സ്ഥലത്തുള്ളവന്റെ, അതുപോലെ സ്ഥലത്തുള്ളവരുടെ, അങ്ങനെ 3 6 അങ്ങനെ അത് കഴിഞ്ഞ് അവ 6 6 12ആയി. പിന്നെ അവസാന സ്ഥലത്തിൽ പിന്നെ സംസാരിക്കുന്ന ഒരാള്, സംസാരിക്കുന്ന ഒന്നിൽ കൂടുതൽ ആളുകൾ, ഇങ്ങനെ 14 വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഞാൻ അത് ഒന്നും കൂടി ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ഇപ്പൊ ഉദാഹരണം ലറബ. ഇത് ശരിക്കും തറയാവണം നിങ്ങൾക്ക് കേട്ടോ. ലറബ. ഇതിന്റെ സിയ നിങ്ങൾ പറഞ്ഞു തരണം എനിക്ക് കേട്ടോ. ലറബ ലറബ ലറബു ലറബു. പിന്നെ ലറബത്ത്. ഇത് സിയങ്ങൾ ഇങ്ങനെ ഓർക്കിട്ടോ. ലറബത്ത് ലറബത്ത ലറബത്ത ലറബിന ലറബിന ബിന ലറബത്ത ലറബത്ത ലറബത്തുമ ലറബത്തും. لربتما لربتن لربتن لربت لربنا. ഇതിന്റെ സികളാണ്. ഇപ്പോ ഒരൊറ്റ വേർഡ് വന്നാൽ തന്നെ അത് വ്യത്യസ്തമായ രൂപത്തിലൂടെ വരും. അപ്പൊ അതിന്റെ ഒക്കെ അർത്ഥം ചോദിച്ചു പഠിക്കാൻ പോണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വേർഡ് ഏതൊക്കെ രൂപത്തിൽ വരും എന്നുള്ളത് ഇങ്ങോട്ട് പഠിക്കും, ഒറ്റ വേർഡന്നെ. അപ്പൊ ആ രൂപത്തിലൊക്കെ വരും എന്ന് പറയുമ്പോ പിന്നെ ഏത് വേർഡ് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ആക്കി തീർക്കും നമ്മൾ. ഇപ്പൊ ഇവിടെ ലറബ കണ്ടു. ലറബ ഇതിപ്പോ എന്താണ്? ഏകവചനമാണ്. ലറബന്റെ സി എന്ന് പറഞ്ഞാൽ നിങ്ങള്
അതായത് ലറബ എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറയാം മലയാളത്തിൽ? അവൻ ഒരു പുരുഷൻ അടിച്ചു തന്നെ പറയാവൂ. അവൻ ഒരു പുരുഷൻ അടിച്ചു എന്ന മലയാളത്തിലെ ആ വേർഡിന്റെ ഓരോ പിന്നെന്താ പറയാ അതിന്റെ ഉള്ളിലെ കണ്ടന്റുകളാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. സീഗത്തുൻ ഇതൊരു വേർഡാണ്. സീഗ എന്ന് പറഞ്ഞ വേർഡ് അവൻ ഒരു പുരുഷൻ അടിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിലെ സിയത്ത് വഹദാനി മുദക്കർ വായിബ് അസീസ് ബാത്ത് ഫീല് മാലി മാറു ഫുലമീർ ദറഹു വരുമ്പോ അവൻ ഒരു പുരുഷൻ അടിച്ചു. അപ്പൊ ആ വിഷയം നമ്മള് അർത്ഥം വെച്ച് പോകുമ്പോ അവൻ അടിച്ചു എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ വിഷയം പഠിച്ചു പോകുമ്പോ എന്താ വെച്ചാൽ അതിന്റെ ശരിക്ക് ഓരോ ഭാഗങ്ങളും അരുമൂലി അണച്ച് നമ്മൾ പഠിക്കാൻ. അപ്പോ ലറബ അർത്ഥം എന്താ പറയാ, അവന്റെ ഒരു പുരുഷൻ അടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇതൊരു വേർഡാണ്. അറബി വേർഡിന് മലയാളത്തിൽ വേർഡ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേർഡ് എന്ന് പറയുമ്പോ അറബിയിൽ എന്താ പറയാ കെലിമത്തുൻ അല്ലെങ്കിൽ സീഗ എന്ന് പറയും. സീഗത്തുൻ ഇംഗ്ലീഷിൽ വേർഡ് എന്ന് പറയുന്നതിന് അറബിയിൽ സീഗ. പിന്നെ എന്താ ഒരാള് എന്നല്ല പറയുന്നത്. അപ്പൊ എന്താണ് വഹദാൻ, അറബിയിൽ വഹദാൻ എന്ന് പറയും അല്ലെ. പിന്നെ അവൻ എന്ന് പറയുമ്പോ മുദക്കറാണ്. അപ്പൊ അവിടെ മുദക്കറായി, മുദക്കർ പുല്ലിംഗമാണ്. പിന്നെ സ്ഥലത്തില്ലാത്തവൻ, ഇവിടെ ഉള്ളവനാണെങ്കിൽ നീ അടിച്ചു എന്നല്ലേ പറയാ. അപ്പൊ എന്താണ് അവൻ, അപ്പൊ വായിബാണ്. വഹദാൻ മുദക്കർ വായിബ്. അടിച്ചില്ല എന്നല്ല, അടിച്ചു എന്നാണ്. അപ്പൊ അനുവാദക്രിയാണ്, ഇസ്ബാത്ത് മുസ്ബത്താണ്. അപ്പൊ അസ് ഇസ്ബത്തിൽ നിന്നുള്ളതാണ്. ഫീല് മാദി അടിക്കുന്നാണെങ്കിൽ മുസ്തഖ്ബിലായിരിക്കും, മുദാരി ആയിരിക്കും. ഇതെന്താ അടിച്ചു എന്നാണ്. അപ്പൊ കഴിഞ്ഞു പോയി, മാദി അടിച്ചു കഴിഞ്ഞല്ലോ. അവൻ എന്ന് പറയുമ്പോ അതെ അറിയപ്പെട്ടവനാണ്. അപ്പൊ മഅറൂഫ്. ഇതിനെ പറ്റി ലറബ എന്ന് പറഞ്ഞതിനെ പറ്റി മഅറൂഫാണ് ഇത് എന്ന് പറയും. പിന്നെ അതിലൊരു ഹുവ. അപ്പൊ നമ്മളെന്ത് അവൻ അടിച്ചു എന്ന് പറയുമ്പോ ഈ അവൻ എന്നുള്ള വേർഡാണ് ഹുവ വരുന്നത്. അപ്പൊ ഇതില് ഹുവ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വേർഡുകളുടെയും ഉള്ള് ശരിക്കും മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒന്നിനാണെങ്കിൽ ഇതെന്താണ് രണ്ടാണ്. രണ്ട് പുരുഷന്മാർ അടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ എന്തേ കൂട്ടുള്ളൂ, ഇവിടെ നമ്മൾ വഹദ എന്ന് പറഞ്ഞുകൊടുത്ത് ഇവിടെ നമ്മൾ തസ്നിയാന്നേ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ അല്ലെ. ഇവിടെ നമ്മൾ ഹുവാന്ന് കൂട്ടിയപ്പോ നമ്മളിവിടെ എന്ത് ചെയ്തു, ഹുമാന്നാക്കി കൊടുത്തു. ഹുമയാണ്, മനസ്സിലല്ലേ. അപ്പൊ ലമീർ കൂടി ഞാൻ ഇവിടെ എഴുതിയേക്കാം. ഹുവ പിന്നെ പെണ്ണിന് ഹുന്ന. പിന്നെ അന്ത പിന്നെ അന്തുമ അന്തും അല്ലേ. അന്തും. പിന്നെ ഇവിടെ എന്താ വേണ്ടി ലറപ്പി അന്തി അന്തുമ ഇവിടെയോ ശരിയല്ലേ. അപ്പൊ ഇവിടെയൊക്കെ അവൻ ഹുവാറിബ അവൻ, ഹുമാൻ അവർ രണ്ടാള്, ഹും അവർ കുറെ ആള്, ഹിയ അവൾ ഒരു സ്ത്രീ, ഹുമ അവർ രണ്ട് സ്ത്രീകൾ, ഹുന്ന അവർ കുറെ സ്ത്രീകൾ, അന്ത നീ ഒരു പുരുഷൻ, അന്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, അന്തും നിങ്ങൾ കുറെ പുരുഷന്മാർ, അന്തി നീ ഒരു സ്ത്രീ, അന്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, അന്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ, അനാ ഞാൻ, നഹ്നു നമ്മൾ. ഈ സംഭവം എന്ത് ചെയ്യാണ്, ഹുവ അവൻ എന്ന് പറയുമ്പോ അറബായില് നമ്മള് അവൻ അടിച്ചു എന്ന് പറയാണ്. അപ്പൊ ഈ ഹുവനെ നമ്മളതിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഓരോന്നിന്റെയും അർത്ഥം നമ്മൾ പഠിച്ചു വെച്ചു അല്ലെ. ഇനി വരാത്ത ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഏതായിരുന്നാലും ഇതിന് സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അസിസ്ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറൂഹുവ എന്ന് പറഞ്ഞാല് ഏകവചനമാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്ത ആളാണ്, അറിയപ്പെട്ട വ്യക്തിയാണ്, അനുവാദ ക്രിയയാണ്, ഇസ്ബാത്താണ്. അതേപോലെ ഇവിടെ ദ്വിവചനമാണ് അല്ലെ, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. ഇവിടെ ബഹുവചനമാണ്, ദമീർഹുമാണ്. ഇവിടെ ഏകവചനം സ്ത്രീലിംഗത്തിന്റെ സിയത്ത് വഹദാൻ മുഅന്നസ് വായിബ് അസിസ്ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറൂഹിയ. ഏകവചനമാണ്, സ്ത്രീലിംഗമാണ്, മുസ്ബത്താണ്, വായിബാണ്, മഅറൂഫാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സ്ത്രീ. അവൾ അടിച്ചു എന്നല്ലേ പറയുന്നത്.
ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ചൊല്ലി പഠിക്കുന്നതാണ്. ലറബ ലറബ ലറബു ലറബത്ത് ലറബത്ത ലറബിന ലറബത്ത ലറബത്തുമാ ലറബത്തും ലറബത്തി ലറബത്തുമാ ലറബത്തുന്ന ലറബത്തു ലറബിന. ഇങ്ങനെയുള്ള മുമ്പ് പഠിച്ചിട്ടുണ്ടോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എളുപ്പം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും ഓക്കെ അല്ലേ അപ്പൊ? അല്ലെ? ഇതില് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിപ്പോ മുസ്ബത്താണ്. മുസ്ബത്ത് എന്ന് പറഞ്ഞാല് എന്താ മുസ്ബത്തിന്റെ അർത്ഥം? അനുവാദം. അനുവാദ ക്രിയ അല്ലെ? മുസ്ബത്ത് കേട്ടോ, മുസ്ബത്ത് അനുവാദ ക്രിയയാണിത്. അതായത് അടിച്ചു, ഇരുന്നു, നടന്നു, പോയി, പോകും, വരും എന്നൊക്കെ. അതിന് നേരെ വിപരീതം അടിച്ചില്ല, നടന്നില്ല, വരൂല, പോവൂല, ഒന്നും ചെയ്യൂല, ഇല്ല 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 എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടോ അത് ഇതിന്റെ നേരെ വിപരീതം മംഫിയാണ്. ഇത് മുസ്ബത്താണ്. ഇതിന്റെ നേരെ എതിരാണെന്ത്? നഫി അല്ലെ? ഒന്നുമില്ല. ഇനി നമുക്ക് എന്താ വേണ്ടിട്ട് ഇതിനെ നഫി ആക്കാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കഴിയൂലേ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നഫി ആക്കണം. നഫി ആക്കാൻ എന്താണ് ചെയ്യാന്ന് അറിയാത്തവരാരുമില്ലല്ലോ. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലേ മാഫി എന്നറിയില്ലേ? മാഫി എന്ന് പറയുമ്പോ എന്റെ അടുത്ത് അത് ഇല്ല എന്നുള്ളതാണ്. ഫീ എന്ന് പറയുമ്പോ എന്നിൽ നിന്നുള്ള കൂടി ഉണ്ട്. അതെ, അത് വെച്ചാല് മാഫി എന്നിലില്ല എന്നുള്ള ഒരു ആശയം അതിലുള്ളതുകൊണ്ടാണ് മാഫി മാഫി എന്ന് പറയുന്നത്. ഏതായാലും ഇല്ല എന്നുള്ളതിന് നഫിയാണ്. അപ്പൊ ഇതൊക്കെ ഭാവി ഭൂതകാലത്തിനുള്ളതല്ലേ ഇതൊക്കെ? ഭൂതകാലം. ഭൂതകാലത്തെ കുറിക്കുന്ന ഏത് വേർഡാണെങ്കിലും ആ വേർഡിലൊക്കെ മായായിരിക്കും വരിക. ലാ ലറബ എന്ന് പറയില്ല, ലാ ജലസ എന്ന് പറയില്ല, മാ ജലസ, മാ ലറബ, മാ സമിയ, അങ്ങനെ വരുള്ളൂ. അപ്പൊ ഇവിടെ ഇത് അനുവാദക്രിയയിൽ നിന്ന് ഇതിനെ നമ്മള് നിഷേധത്തിലേക്ക് ആക്കുകയാണെങ്കിൽ ലറബന്റെ അവിടെ എന്തിട്ട് കൊടുത്താൽ മതി? മാ ലറബ. മാ ലറബ ഇട്ട് കൊടുത്താൽ ബാക്കിയുള്ളടത്തൊക്കെ നിങ്ങൾ മാ കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ എന്തായി? നെഫിയായി. അപ്പോൾ ബാക്കി ഒക്കെ ഒരേപോലെ. ഇസ്ബാത്ത് പറഞ്ഞോടത്ത് വെറും നഫി പറഞ്ഞാൽ മതി. ശരിയല്ലേ? ഇത് നഫി. അപ്പൊ മാലറബ ചൊല്ലി വെക്കാൻ ഇന്ന ഇവിടെയാണ് ഒരു തെറ്റ് വരിക സാധാരണ എന്ന് പറയാൻ നിൽക്കൂല നമ്മള്. അവിടെ വേറെ എന്തെങ്കിലും പറയും. അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടി തിരിച്ചു പറഞ്ഞാൽ അപ്പൊ ഇത് രണ്ടും മാറാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരുമോ? ലറബാന്നല്ലേ പുരുഷനെ? ലറബാന്നാകുമ്പോ സ്ത്രീനെ പറ്റി പറയുകയാണെങ്കിൽ ലറബക്ക് കേട് പറ്റരുത്. ഒരു തായിനെ കൂട്ടിയാ മതി. ശരിയല്ല? അപ്പൊ ലറബ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? ഇവിടുത്തെ ലറബ് തന്നെയാണുള്ളത്. പിന്നെന്ത് ചെയ്ത് സുക്കൂണുള്ള തായിനെ കൂട്ടി ലറബത്ത്. ലറബത്ത് എന്നുള്ളത് ശരിക്കും നമ്മളെ ഓർമ്മയിൽ വേണം. പല സ്ഥലങ്ങളിലും കതഅത്ത്, ശമിഅത്ത്, ഖതലത്ത്, ജാഅത്ത് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അർത്ഥം ആണാ പെണ്ണാന്ന് അറിയാതിരിക്കും അർത്ഥം പറയുമ്പോ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആണും പെണ്ണിന്റെ പ്രശ്നം എവിടെ അറിയുള്ളൂ? അറബി ഭാഷയിൽ സ്ത്രീകളെ മാത്രല്ല പെണ്ണായിട്ട് ഉപയോഗിക്കുക, സ്ഥലത്തെ ഉപയോഗിക്കും. ഒരു സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫി ഹാ, ആ സ്ഥലത്തിൽ എന്ന് പറയാം. ഹാ എന്നുള്ളത് സ്ഥലത്തിന് ഉപയോഗിക്കും. പെണ്ണുങ്ങൾക്കാണല്ലോ ഹാ എന്ന് പറയല്. അതുപോലെ അവയവത്തിനെ കൈ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരു കൈ എന്ന് പറയുകയാണെങ്കിൽ കൈയിനെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. ശരിയല്ലേ? അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും സ്ത്രീലിംഗം വരുന്നത് കൊണ്ട് നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലറബത്ത്, സമിഅത്ത്, ജലസത്ത്, കറമത്ത്, ഇങ്ങനെ അങ്ങനെ പറയണം. അതെ, അതിന് ഉപയോഗിക്കുക സ്ത്രീലിംഗമായിട്ടാണ് കയ്യിന് ഉപയോഗിക്കുക. അതായത് ഒരു കയ്യിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാ എന്നാ ഉപയോഗിക്കുക. അല്ല, ഒരു കയ്യിനെ പറ്റി പറഞ്ഞു, ആ കയ്യിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഫി ഹാ
മാ ഫീഹി എന്ന് ചോദിക്കൂല, മാതാ ഫീഹ എന്ന് ചോദിക്കും. മാതാ ഫീഹി എന്ന് ചോദിക്കൂല. കയ്യിനെ പറ്റി അല്ല, ഇതല്ല. കയ്യിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ സ്ത്രീലിംഗമായി അറബി ഭാഷയിൽ സ്ഥലത്തെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും, അതേപോലെ അവയവങ്ങളെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും, ബഹുവചനത്തെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും. റഇസു തന്നെ വെച്ചാൽ അവരുടെ അവയവം എന്നുള്ള നിലക്ക് അതിനെ സ്ത്രീലിംഗത്തിന്റെ പരിഗണനയിലാണ് കൊണ്ടുവരാം. ഫി റഇസിഹി എന്ന് പറയും, അത് അവനെ കൊള്ള ചേർത്ത് നോക്കിയിട്ടാണ്. വെറും തലനെ മാത്രമാകുമ്പോ ഹാ എന്നാണ് ഉപയോഗിക്കുക. അല്ല, അത് സംഭവം വെച്ചാൽ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോ ആ ഭാഗത്ത് വരുമ്പോ ഒക്കെ തിരിയും. അതായത് ഇസ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് തിരിയുള്ളൂ. ഇപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഏതായിരുന്നാലും ഈ സ്ത്രീലിംഗം മറക്കാതിരിക്കും നിങ്ങൾ. ഇവിടെ സ്ത്രീലിംഗം തുടങ്ങുമ്പോ ഇപ്പൊ ഇവിടെ പുല്ലിംഗം തുടങ്ങിയ ലറബാൻ, സ്ത്രീലിംഗം തുടങ്ങുമ്പോ ലറബാനെയാണ്. പക്ഷെ ഇതിൽ സുക്കൂനുള്ള സാധ്യത ലറബത്ത് എന്ന് പറയും. ലറബത്ത് എന്ന് പറയും, ലറബ്തി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പറ്റുന്ന ഒരു പെടൽ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് തുടങ്ങി ഇവിടെ തെളിന്റെ അടിയിൽ ചിലർ ഇവിടെ തെറ്റിക്കും, ചിലർ ഇവിടെ തെറ്റിക്കും, ചിലർ ഇവിടെ തെറ്റിക്കും. അവിടെയൊക്കെ തെറ്റല് വരും. അവിടെയൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ പഠിച്ച ആ സീക ഉണ്ടല്ലോ, ആ സീക നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നോണ്ടാണ്. അതായത് ഇപ്പൊ നമ്മള് മലയാളത്തിൽ പറയാണിപ്പോ ഇത് ഏകവചനാണ്, ഇത് അനുവാദക്രിയയാണ്, ഇത് നഫി അല്ലത് മുസ്ബത്താണ്, മാ ഒഴിവാക്കിയാൽ അങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഓരോ വേർഡിനെ കുറിച്ച് നമുക്ക് ശരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ കഴിക്കണമെങ്കിൽ അടുത്തേക്ക് കിടക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അതായത് ഇപ്പൊ ഇതിനെ പറ്റി ഞാൻ പറയാം. ലറബിന, ഇവിടെ മാ കൂട്ടിയിട്ടില്ല എവിടെയെങ്കിലും എന്താ പറയാ? അതെന്താ ചെയ്യാ? അർത്ഥം എന്താ പറയാ? നമ്മള് ലറബിന എന്നുള്ളതിന് ആള് അടിച്ചു. അപ്പൊ എന്താ നമ്മള് എന്താ പറയാ? ഇനി ഞാൻ പറയാണ്, ഇപ്പോ ലറബിന എന്ന് പറഞ്ഞു, അതേപോലെ ലറബിന എന്താ അതിന്റെ സിയ? അതെ, അപ്പൊ എന്ത് ചെയ്യുന്ന നമുക്ക് അവിടെയും ഇങ്ങനെ അബദ്ധം സംഭവിക്കും. ലറബിന എന്ന് പറയുമ്പോഴും ലറബിന എന്ന് പറയുമ്പോഴും അവിടെയും ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അവിടെ ലറബിന എന്ന് പറഞ്ഞിട്ട് നീട്ടിക്കണോന്നാണ് നോക്കേണ്ടി നമ്മൾ. ലറബിന എന്ന് പറഞ്ഞ് നീട്ടിക്കണമെങ്കിൽ അത് തസ്നിയ ജമു മുതകല്ലിമായി. മനസ്സിലായില്ലേ? ലറബിന എന്നുള്ളെങ്കിൽ അത് ബഹുവചനമായി സ്ത്രീലിംഗത്തിന്റെ. അത് ഇതൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് ആളുകളുടെ ഇടയിൽ. ഇത് ഇങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്യുന്നവരോ പിന്നെ എപ്പ ചെല്ലിയാലും ചോക്കാവൂല. അവൻ പിന്നെ ഇത് അവസാനിപ്പിക്കുന്നത് ശരിയാവില്ല നമുക്ക്. ഇത് മാറ്റം ഇത് മാത്രം നിങ്ങളോട് ശ്രദ്ധിക്കുക. ഇത് മാറും, ഇതും തമ്മിൽ കൂട്ടിമുട്ടും. ഇവിടെ എന്ത് ചെയ്യില്ല, ശരിക്കും പഠിക്കാതെ ലറബത്ത് എന്നുള്ളതിനെ ലറബ പോലെ ചെല്ലൂല. എങ്ങനെ ചെല്ലിയാലും പദത്തിൽ വരുമ്പോ നമ്മള് അതേപോലെ ഇവിടെയും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് മിസ്റ്റേക്കുകൾ സംഭവിക്കും. അല്ലെ ഇങ്ങനെയാണ് പഠിച്ചത്. യുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്ന് പറഞ്ഞു. ഹുവ എവിടെ, ഹിയ എവിടെ, ഹുന്ന എവിടെ എന്നുള്ളതിന്റെ ഓർത്താൽ തന്നെ സംഗതി റെഡിയായി. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇതിപ്പോ നമ്മള് കുറെ ദിവസമായി ഇതുമ്പോ തന്നെ കൂടിയിട്ട് ഇപ്പൊ മാതി കൂട്ടിയേറ്റം നഫിയായി അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് പിന്നെ മാ ഒഴിവാക്കിയേണ്ടതിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു മജ്ഹൂലാക്കിയിരുന്നു. മജ്ഹൂലാക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിങ്ങനായി. ഇതിപ്പോ എന്താ വെച്ചാൽ മഅറൂഫാണ്. ഈ ഫീലുകൾ മൊത്തം മഅറൂഫാണ്. മഅറൂഫ് പറഞ്ഞാൽ ഇതിന്റെ ആളുകളെ നമുക്കറിയാം. ആരാണ് അടിച്ചത്? അവൻ അടിച്ചു എന്ന് പറയുമ്പോ അവനെ നമുക്കറിയാലോ. അവർ രണ്ട് സ്ത്രീകൾ അടിച്ചു എന്ന് പറയുമ്പോ അറിയാലോ. പിന്നെ ഇതിൽ വേറൊരു ചെറിയൊരു സംശയം എന്താ വെച്ചാൽ ലറബാ എന്നുള്ളടത്ത് ഹുമയാണ്, ലറബത്താ എന്നുള്ളടത്ത് ഹുമയാണ്. അത് രണ്ടെങ്ങനെ തിരിച്ചറിയാം? അത് പദത്തിൽ വരുമ്പോ മുമ്പ് പുരുഷന്മാരുണ്ടാവും അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാവും. അപ്പൊ ആണ് ഈ ഹുമയും തിരിച്ചറിയുക. അന്തുമ എന്ന് പറഞ്ഞ ഇതും ഈ അന്തുമയും രണ്ടും തിരിച്ചറിയുന്ന അവിടെ മുമ്പ് സ്ത്രീകളോ പുരുഷന്മാരോ വരുമ്പോഴാണ് തിരിച്ചറിയുക. സംഭവം മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? മജ്ഹൂലാക്കുകയാണ്. മജ്ഹൂലാക്കാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ സിയത്ത് എങ്ങനെ എങ്ങനെയാണ് പറയാ? സിയത്ത് വാദം മുദക്കർ ബസ് ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറു ഹുവ എന്ന് പറഞ്ഞു. സിയത്ത് വാദം മുദക്കർ ബസ് ബാത്ത് ഫീൽ മാദി മജ്ഹൂൽ ദമീർ ദറു ഹുവ. സിയത്ത് തസ്നിയ മുദക്കർ ബസ് ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറു ഹുവ പറഞ്ഞിടത്ത് മജ്ഹൂൽ ദമീർ ദറു ഹുവ. സിയത്ത് ജമു മുദക്കർ ബസ് ബാത്ത് ഫീൽ മാദി മജ്ഹൂൽ ദമീർ ദറു ഹും. അല്ലേ? ആ സിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ മുമ്പ്? മജ്ഹൂൽ എഴുതിയിട്ടുണ്ടോ? മജ്ഹൂൽ ദുരിബ എഴുതിയിട്ടില്ലേ? മനസറുണ്ട്. മാനുസിറ എഴുതിക്കണോ?
അതിലെന്താണ് സിയത്ത് സിയത്ത് വഹദാൻ മുദക്കർ വായു ബാസിസ് ബാത്ത് ഫീൽ മാദി മജ്ഹൂൽ മഅറൂഫിന്റെ അവിടെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? മഅറൂഫ് എന്നുള്ളടത്ത് മജ്ഹൂൽ മാത്രമേ വേണ്ടിയുള്ളൂ. ഇവിടെ ഇവിടെ ഒരു മാർക്കറ്റ് എടുത്തിട്ട് മജ്ഹൂൽ ആക്കുക. ബാക്കി എല്ലാം ഒരേപോലെ. റെഡി അല്ലേ? പറഞ്ഞ മനസ്സിലായോ? സിയത്ത് വഹദാൻ മുദക്കർ വായു ബാസിസ് ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറഹുവ എന്നുള്ളടത്ത് ഫീൽ മജ്ഹൂൽ ദമീർ ദറഹുവ മജ്ഹൂൽ. ബാക്കിയുള്ള ഒക്കെ ഒരേപോലെ. സിയ മുമ്പ് എഴുതിക്കണോ? മുമ്പ് ക്ലാസ്സിൽ വന്നിട്ടില്ലേ? ഇന്ന് വന്നിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ ശരി. ഈ ക്ലാസ് തുടങ്ങിയ ആദ്യം വന്നിട്ട് അല്ല മുമ്പ് വരാറുണ്ടായിരുന്നു. ഈ ക്ലാസ് തുടങ്ങിയപ്പോ അതേയില്ല. അവിടെ എന്താ പറഞ്ഞു വെച്ചാല് ലറബ എന്നുള്ള വേർഡ് ഇത് ഒരു വേർഡല്ലേ? അതിനാണ് സീവ എന്ന് പറയുന്നത്. വാഹിദാൻ അവൻ ഒരു പുരുഷനെ ചൊല്ല ഏകവചനാണ്. മുദക്കർ പുരുഷനെ പറ്റി മുദക്കർ പുല്ലിംഗ് എന്ന് പറയും. വായു സ്ഥലത്തില്ലാത്ത ആള്. അസിസ്ബാത്ത് അനുവാദ ക്രിയാണ്. അടിച്ചു എന്നല്ല, അടിച്ചില്ല എന്നല്ലല്ലോ. അടിച്ചു എന്ന് പറയുമ്പോൾ ഇസ്ബാത്ത് എന്നല്ല. പിന്നെ മാറുമാറും ഇത് ചെയ്ത ആളാരാന്ന് പറയാം. അവനെ നമുക്കറിയാം. ലമീർ ദറു ഇതിലുള്ള ലമീർ ഹുവ സർവനാമ ഹുവയാണ്. അപ്പൊ ലറബ എന്ന് പറയുമ്പോ ഹുവ. പിന്നെ വാക്കുകളൊക്കെ ഇതിലെന്ത് ചെയ്യുന്നല്ലോ ശ്രദ്ധിച്ച്. ഇവിടെ വഹദാന്നല്ലേ ഇത്? വഹദാന്നല്ലേ? ഇവിടെ വരുമ്പോ തസ്നിയാന്നാവും. ബഹുവചനല്ല, ദ്വിവചനം. മനസ്സിലായോ? ഇവിടെ വരുമ്പോ ബഹുവചന ജമ്മ് എന്നാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് ഓരോന്ന് മാറി മാറി വരുന്നതിനനുസരിച്ച് മാറും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൂടെ ഒരുമിച്ച് താമസിക്കുന്നവരാണോ? ബന്ധപ്പെടലുണ്ടോ? ഇല്ല. അറിയാലോ അല്ലേ? ഓക്കെ ഓക്കെ. അതെന്താ വെച്ചാല് ഇത് അതായത് ഒരു വാക്ക് നമ്മൾ സ്വയം മനസ്സിലാക്കിയാല് ഏതെങ്കിലും ഒരു കാലത്തിലായിരിക്കില്ല. ഒന്നേക്കല് പുരുഷനായിരിക്കും, അല്ലെ സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പുറത്തുള്ള ആളായിരിക്കും. ഇങ്ങനെ ഒന്ന് മനസ്സിലാവും. ബാക്കിയെല്ലാം നമുക്ക് വാട്സപ്പിൽ വിടാം കേട്ടോ, നോക്കാം. അപ്പൊ പിന്നെ അതങ്ങനെ കഴിഞ്ഞു. അപ്പൊ അതില് ഇനിയിപ്പോ മജ്ഹൂലാക്കാണ്. എന്താ മജ്ഹൂലാക്കാൻ എന്താ ചെയ്യണ്ടേ? അത് അപ്പൊ എന്ത് ചെയ്താ മതി? ഈ ഫീലിന് നിങ്ങൾ ഒരു സംഭവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഏത് ഫീലുകളിലും ഫഅല എന്നുള്ളവിടുന്നാണ് നമ്മൾ പോരുക. ഫഅല എന്ന് പറയുമ്പോ കണ്ടോ? അപ്പൊ ഫഅല എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? അവനൊരുഷം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഫാഫീല് എന്ന് പറയും, ഇതിന് ഐനിഫീല് എന്ന് പറയും, ഇതിന് ലാംഫീല് എന്ന് പറയും. അറബി ഭാഷയിൽ അങ്ങനെയാണ്. ഫഅല എന്ന് പറയുമ്പോ ഫാഫീല്, ഐനിഫീല്, ലാംഫീല്. ഒന്നാമത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, മൂന്നാമത്തെ അക്ഷരം എന്ന് പറഞ്ഞു തിരികൂല. വസിന് തന്നെ ഇത് വസിനാണ്. ലറബ എന്നുള്ള എന്തിന്റെ വസിന? ഫഅലിന്റെ വസിനാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ലറബനെ മജ്ഹൂലാക്കാൻ എന്ത് ചെയ്യണം? ഫാഫീലിന് ലമ്മും ഐൻഫീലിന് കസ്റും ചെയ്യാ. ശരിയല്ലേ? അപ്പൊ ഫാക്ക് ലമ്മ് ചെയ്തു, ഐനിന് കസ്റും ചെയ്തു കേട്ടോ. ഫാഫീലിന് അപ്പൊ ഈ ഫാഫീലും ഐൻഫീലും ലാംഫീലും എന്നുള്ള വളരെ പ്രാധാന്യമാണ്. കുറച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഇതിന്റെ ബാലൻസ് നിയന്ത്രിക്കുക. എങ്ങനെ? അപ്പൊ പ്രവർത്തിക്കപ്പെട്ടു. അടിച്ചു എന്ന് പറഞ്ഞു, അവനൊരാൾ അടിച്ചു എന്ന് പറഞ്ഞു. ദുരിബ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇരുട്ടടി കൊണ്ടുവന്നായി. ആരടിച്ചെന്ന് അറിയില്ല, അടി കിട്ടി, ആരടിച്ചെന്ന് അറിയില്ല. അവിടെയും ആളുടെ വേർഡ് അറബിയിൽ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് മഅറൂഫാണ് ഫഅല. അപ്പൊ ഫഅലിന് മഅറൂഫ് ആണെങ്കിൽ ഫഅലിനെ മജ്ഹൂലാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫാഫീലിന് ലമ്മും ഐൻഫീലിന് കസ്റും ചെയ്യുക. ഫാഫീലിന് ലമ്മും ഐൻഫീലിന് കസ്റും ചെയ്യുക. ഇങ്ങനെ തന്നെ പറഞ്ഞു വെക്കട്ടോ. ഫഅലയാണ്. ഫഅല ഇപ്പൊ ലറബന്റെ ഫാഫീൽ ഏതാ? അല്ല, ലറബന്റെ ഫാഫീല് ഐൻഫീല് ലാഫീല്. ഓക്കെ, ഇങ്ങനെ ഓർമ്മയിൽ ഇതാണ് കേട്ടോ. പ്രശ്നമില്ലല്ലോ. അപ്പൊ ഫഅല അങ്ങനെയായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇതെല്ലാം നിങ്ങൾ കസ്റാക്കിട്ട് ചെല്ലും.
അപ്പൊ ദുരിബ ദുരിബ ദുരിബു ദുരിബത്ത് ദുരിബത്ത ദുരിബിന ദുരിബ്ത ദുരിബ്തുമാ ദുരിബ്തും ദുരിബ്ത് ദുരിബ്തുമാ ദുരിബ്തുന ദുരിബ്തു ദുരിബിന. ആ ഒന്നും വ്യത്യാസമല്ല. ലറബ ലറബ ലറബും ചെല്ലിപ്പോണം അതേമാതിരി തന്നെ ഫാഫീലും ലമ്മും അരിഫീലിനും കസറ ചെയ്തു. ഫുഇല ലുരിബ ലുരിബ ലുരിബു ലുരിബത്ത് ദുരിബത ദുരിബ. ഇവിടെ ശ്രദ്ധിക്കണ്ട. ലുരിബത്ത് ദുരിബത്ത ദുരിബിന ദുരിബത്ത ദുരിബ്തുമാ ദുരിബ്തു ദുരിബ്തു ദുരിബ്തുന ദുരിബ്തുന ദുരിബ്തു ദുരിബിന. മനസ്സിലായില്ലേ? അപ്പൊ ഓക്കെ, അത് റെഡിയായി. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ സീറയിൽ എന്താ കൂട്ടിച്ചേർത്തത്? മജ്ഹൂൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഒരേപോലെയാണ്. മജ്ഹൂൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? മുസ്ബത്തും തന്നെയാണ്. ഇനി ഈ ദുരിബയിൽ നമ്മൾ എന്ത് ചെയ്തു? മാ കൂട്ടി കൊടുത്താൽ എന്തായി? നഫിയായി. മേലെ നമ്മൾ പഠിച്ചു മുസ്ബത്തും നഫിയും രണ്ടും രണ്ടായിട്ട് പഠിച്ചു. ലറബ എന്നുള്ളടത്ത് മാദറബ മാദറബ മാദറബു മാദറബത്ത് മാദറബത്ത മാദറബിന മാദറബത്ത് മാദറബത്തുമാ മാദറബത്തു മാദറബത്തി മാദറബത്തുന മാദറബത്തുന്ന മാദറബത്തു മാദറബിന. അതേപോലെ ലറബ ലറബ ലറബു നമ്മളിങ്ങനെ ചൊല്ലി. അതേപോലെ തന്നെ ദുരിബന്റെ അവിടെയും തന്നെ മാതുരിബി ദുരിബി മാതുരിബി ദുരിബി. അപ്പൊ അതായി മാദിത്തെ പരിപാടി കഴിഞ്ഞു. മനസ്സിലായില്ലേ? മാദിയിലെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പൊ മാദിയിൽ എത്ര ഐറ്റംസ് ആയി അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത്? നോക്കി ദുരിബക്ക് എത്ര ലറബക്ക് മാദിക്ക് എത്ര? ആദ്യം മാദി മുസ്ബത്തും മംഫിയും കഴിഞ്ഞു. മാദി മഅറൂഫ് മുസ്ബത്ത് നഫി അല്ലേ? മാദി മഅറൂഫ് ഇതല്ലേ? ഞാൻ പറയാം. നമ്മളിവിടെ ലുരിബ കഴിഞ്ഞു, അല്ല ലറബ കഴിഞ്ഞു, ലറബ കഴിഞ്ഞു. പിന്നെ മാലറബ കഴിഞ്ഞു, മാലറബ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ലുരിബ 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 കഴിഞ്ഞു, മാലുരിബ കഴിഞ്ഞു, മാലുരിബ അല്ലേ? 56 കണ്ടാ? ഇപ്പൊ ഈ 56 വേർഡുകൾ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ കിടക്കുകയാണ്. നമുക്ക് ആ വേർഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മള് പറയാൻ മെനക്കെട്ട് അത് ഇങ്ങോട്ട് വരും നമ്മളെ മനസ്സിൽ. മനസ്സിലായില്ലേ? 56 വേർഡ് നമ്മളെ കയ്യിലായി. പക്ഷെ ഇതിന് എന്ത് വേണം? ഇതിനെ കുറിച്ചുള്ള ഇത് ചെല്ലാൻ പറഞ്ഞ അങ്ങനെ ഒരു ചെല്ലി കിട്ടണം. പിന്നെ ചെല്ലിക്കും ഒരാൾ ചെല്ലിക്കോളി ലറബന്റെ അവിടെ സർഫാക്കിയ ലറബ ലറബ ഒരാൾ ചെല്ലിക്കോളൂ. ആ ചെല്ലിക്കോളൂ. ആ ലറബ ലറബ ലറബു ലറബത്ത് ലറബത തെറ്റി. ലറബ ലറബ ലറബു ലറബത്ത് ലറബത്തുമാ തെറ്റി. അവിടെ അതാണ് അവിടെ തെറ്റും. അവിടെ ലറബത്ത് ലറബത ലറബിന ലറബത്ത് ലറബത ലറബിന. ഇനി അടുത്ത ലറബത്തുമാ അവിടെ തെറ്റി. ലറബത്ത ലറബത്തുമാ ലറബത്തും ലറബ്തി ലറബ്തുമാ ലറബ്തുന്ന. ആ വരുന്നുണ്ട്. ലറബത്തു ലറബിന ലറബ്തു ലറബിന. അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ വിഷയത്തിലെ ഓരോ വേർഡുകളുടെയും സീകകൾ മനസ്സിൽ ഓർമ്മ വെച്ച് നല്ല ഉറപ്പിച്ച് വെച്ച് പറഞ്ഞാൽ അത് കിട്ടും. ഇതിപ്പോ അവൻ ഒരു പുരുഷൻ അടിച്ചു, അവർ 2 ആൾ അടിച്ചു എന്ന് പറയണം. അവര് കുറെ ആളുകൾ അടിച്ചു. അപ്പോ ലറബ അവർ 2 ആൾ അടിച്ചു, ലറബു അവർ കുറെ ആളുകൾ അടിച്ചു, ലറബത്ത് അവളൊരു സ്ത്രീ അടിച്ചു, ലറബത്തുമാ അവർ 2 സ്ത്രീകൾ അടിച്ചു, ലറബിന് അവർ കുറെ സ്ത്രീകൾ അടിച്ചു, ലറബത്ത നീ അടിച്ചു, ലറബത്തുമാ നിങ്ങൾ 2 ആൾ അടിച്ചു, ലറബത്തും നിങ്ങൾ കുറെ പുരുഷന്മാരടിച്ചു, ലറബത്തി നീ ഒരു സ്ത്രീ അടിച്ചു, ലറബത്തുമാ നിങ്ങൾ 2 സ്ത്രീകൾ അടിച്ചു, ലറബത്തുന്ന നിങ്ങൾ പല സ്ത്രീകൾ അടിച്ചു, ലറബത്തു ഞാൻ അടിച്ചു, ലറബിന നമ്മൾ അടിച്ചു. ഇങ്ങനെ ആ അർത്ഥവും വേർഡും ശരിക്കും ഓർമ്മയിൽ ഇങ്ങനെ വരുമ്പോ ഇവിടെ എന്തായി 14 അവിടെ കിട്ടി. ഇനി ഇതിന്റെ നെഫിയിൽ ഇതേപോലെ തന്നെ ഒരാൾ ചെല്ലിക്കോളി. മാദറബു വെരി ഗുഡ്. അങ്ങനെ തന്നെ. അപ്പൊ അവിടെ അർത്ഥം എങ്ങനെയാണ്? മാലറബ അവര് പുരുഷൻ അടിച്ചിട്ട് ഇല്ല, മാലറബ 2 പുരുഷന്മാരടിച്ചിട്ടില്ല, മാലറബു അവർ കുറെ പുരുഷന്മാരടിച്ചിട്ടില്ല, മാലറബത്ത് അവളൊരു സ്ത്രീ അടിച്ചിട്ടില്ല, മാലറബത്തുമാ അവർ 2 സ്ത്രീകൾ അടിച്ചിട്ടില്ല, മാലറബത്ത അവർ 2 സ്ത്രീകൾ അടിച്ചിട്ടില്ല, മാലറബിന അവർ കുറെ സ്ത്രീകൾ അടിച്ചിട്ടില്ല, മാലറബത്ത നീ അടിച്ചിട്ടില്ല, നീ ഒരു പുരുഷൻ അടിച്ചിട്ടില്ല, മാലറബത്തുമാ നിങ്ങൾ 2 പുരുഷന്മാർ അടിച്ചിട്ടില്ല, മാലറബത്തും
നിങ്ങൾ കുറെ പുരുഷന്മാർ അടിച്ചിട്ടില്ല, മാതറപ്തി നീ ഒരു സ്ത്രീ അടിച്ചിട്ടില്ല, മാതറപ്തുമാ നിങ്ങൾ 2 സ്ത്രീകൾ അടിച്ചിട്ടില്ല, മാതറപ്തുന നിങ്ങൾ കുറെ സ്ത്രീകൾ അടിച്ചിട്ടില്ല, മാതറപ്തു ഞാനൊരു പുരുഷനായ പുരുഷൻ അല്ലെ ഞാൻ അടിച്ചിട്ടില്ല, മാതറവിന ഞങ്ങൾ അടിച്ചിട്ടില്ല. അങ്ങനെ ഇതിങ്ങനെ ചൊല്ലിപ്പോന്നു. ഇനി അതേപോലെ ദുരിബ ചൊല്ലിക്കൊളി, ആരെങ്കിലും ഒരാളെ ചൊല്ലിക്കൊളി. അത് ചൊല്ലിക്കൊളി. ദുരിബ 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 ദുരിബു ദുരിബത്ത് ദുരിബത്തുമ ദുരിബത്ത ദുരിബത്ത ദുരിബത്തും ദുരിബിന ദുരിബിന ദുരിബത്ത ദുരിബത്ത ദുരിബത്തുമ ദുരിബത്തും ദുരിബത്തി ദുരിബത്തുമ ദുരിബത്തുന്ന ദുരിബത്തു ദുരിബിന. ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് ശരിക്ക് അതിനെങ്ങനെ എന്താ പറയാ വേവിച്ചിട്ടാണ് എപ്പോഴും ഒന്നെങ്കിലേ ഇത് ആവുള്ളൂ കേട്ടോ. ഇങ്ങനെ ആവുമ്പോ അതാണ് വളരെ ഈസി ആയിട്ട്. പക്ഷെ ഇത് നമ്മള് ഒഴിഞ്ഞിരുന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇത് ഒഴിഞ്ഞിരുന്ന് പഠിച്ചാല് എത്ര പെട്ടെന്നാണെന്നറിയോ. മാധുരിബ ഇനി മാധുരിബ എല്ലിക്കൊളി. മാധുരിബ മാധുരിബ മാധുരിബു മാധുരിബത്ത് മാധുരിബ മാധുരിബത്ത് മാധുരിബത്ത. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവിടെ തെറ്റുന്നത് അവിടെയാണ് എല്ലാരും. അവിടെയൊക്കെ സീഹ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് സമയം വരുന്നത്, വൈകുന്നത്. സീഹ ചിന്തിക്കാനുള്ള നമ്മളവിടെ. അപ്പോ അങ്ങനെ അത് നമുക്ക് ഇങ്ങോട്ട് ഇതെന്താ വെച്ചാല് ഒരു കോലുണ്ട് ഹുവ ഹുമാ ഹും എന്ന് പറഞ്ഞിട്ട് കാണാപ്പാടം പഠിച്ചാൽ കുറെ സീഹ മനസ്സിൽ കിട്ടും. ഹുമ എന്ന് പറയുമ്പോ 2 ആളെയാണല്ലോ, ഹും എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെയാണല്ലോ, ഹുന്ന എന്ന് പറഞ്ഞാലോ അത് അങ്ങനെ അന്തി എന്ന് പറഞ്ഞാൽ പുരുഷനെ പറ്റി അന്തി എന്ന് പറയില്ല, പുരുഷനെ പറ്റി അന്താന്നേ പറയുള്ളൂ, അത് പെണ്ണിനാണല്ലോ. ഒക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ തന്നെ വന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇത് മാത്രമാണ് മാതിയിൽ വരിക. ഇത് സംഗതി എന്തായാലും ഇത് നിങ്ങൾ ഫസ്റ്റില് ഒറ്റ മാസം ഈ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് നന്നായിട്ട് ഒറ്റ സാഹസത്തിന്റെ എല്ലാം പറ്റുന്ന കോലത്തിലായാൽ പിന്നെ നമ്മളൊരു ചെരിഞ്ഞു കിടക്കുന്ന പൈപ്പിക്ക് വെള്ളം ഒഴിച്ചതുപോലെ ഒന്നായിട്ടാണ് ഇറങ്ങിപ്പോണ മാതിരി നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ ശരിക്കും ലെവലായിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പ്രയാസമായിരിക്കും. അതാണ് നമ്മളിവിടെ കുറെ ചവിട്ടി പിടിച്ച് നിന്ന് നോക്കിയിട്ടില്ലേ. അത് ഇതേമാതിരി മുതാരി ഉണ്ടാവും, മനസ്സിലായില്ല? അത് മുതാരിന്റെ 2 പഠിക്കുമ്പോഴേക്ക് ബാക്കിയുള്ളൊക്കെ നമുക്കവിടെ പഠിക്കും, വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ ഇനി മാതിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫീല് പറയാം? ഒരു ഫീല് പറഞ്ഞോളി. അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? എന്താ അവൻ ഒരു ഇനി വേറൊരു ഫീല് പറയും. ജലസ. ഇതൊക്കെ നിങ്ങളെ കയ്യിലുള്ള അറബി വേർഡുകളാണ്. മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞു സമിയ. പറയും നസറ. ഇതിനൊക്കെ അർത്ഥം അറിയില്ലേ? പിന്നെ ഫതഹ. ഇത് ഇങ്ങനെ ഏത് ഫീലുകൾ വരുമ്പോഴും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ പറയാൻ പറ്റും നമുക്ക്. അപ്പൊ എത്ര ഫീലുകളാണോ നമ്മുടെ മനസ്സിൽ വരുന്നത് അത്രയും വേർഡുകൾ ഇവിടെ തലയ്ക്ക് നമ്മളെ ഇടയ്ക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അതായത് കോടിക്കണക്കിന് വേർഡുകൾ നമ്മുടെ മെമ്മറിയിലൂടെ വന്നു വിടും. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെല്ലുമല്ലോ. ജലസ ജലസ ജലസു ജലസത്ത് ജലസത ജലസ്ന ജലസ്ത ജലസ്തുമ ജലസ്തു ജലസ്തി ജലസ്തുമ ജലസ്തുന ജലസ്തു ജലസ്ന ഇങ്ങനെ നമ്മൾ ചെല്ലും. അതുപോലെ തന്നെ നസറ നസറ നസറു നസറത്ത് നസറത്ത നസർന നസർത്ത നസർത്തുമ നസർത്ത് നസർത്തി നസർത്തുമ നസർത്തുന നസർത്തു നസർന. അതിനൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. നസർത്ത നീ സഹായിച്ചു, നസർത്തി നീ ഒരു സ്ത്രീ സഹായിച്ചു, ഇങ്ങനെ പറയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഫത്തയും തന്നെ ഇവിടൊക്കെ ഇതിന്റെ 14 ഇതിന്റെ 14 ഇതിന്റെ 14 ഇതിന്റെ 14 ഇതിന്റെ 14 ഏതൊരു വേർഡ് വന്നാലും അതിനൊക്കെ 14 ഭാഗം നമുക്ക് കയ്യിലേക്ക് വരികയാണ്. അപ്പൊ എത്ര വേർഡുകളാണ് നമുക്ക് വരുന്നത് എന്ന് അറിയില്ല. പക്ഷെ അപ്പൊ ഇങ്ങനെ പഠിച്ചു പോയാൽ അത് ഓക്കെ ആയിരിക്കും. അതല്ലാത്ത അറബി ഭാഷാ പഠനം താൽക്കാലികമാവുള്ളൂ. നിങ്ങൾ എത്ര പഠിച്ചാലും അവിടെ നിൽക്കും. ഒരു അറബി പേപ്പറോ അല്ലെങ്കിൽ ഒരു ഉസാഫോ അല്ലെങ്കിൽ കുത്തുബ കേട്ടാ തിരിയുന്നല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് ആണ് മെനക്കെട്ടാ മതി. ഇപ്പൊ നമ്മള് കൊണ്ടുപോയത് നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഏതായിരുന്നാലും എന്റെ മനസ്സിൽ ഈ സർഫിന്റെ ഭാഗത്ത് നിങ്ങള് ഒരു ചെറിയൊരു പരിചയപ്പെട്ടു എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. അതിനി മുതാരയും കൂടിയും കടക്കുമ്പോ ഞാൻ ഇതിന്റെ മാതി എന്താന്ന് കൂടി ചോദിക്കുമ്പോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് കുറച്ച് ഉറപ്പായാലുണ്ടാകുക. നമ്മള് മുതാരി കൊണ്ടുവരുമ്പോ അപ്പൊ മാതിയുടേത് കഴിഞ്ഞു. ഇതിനനുസരിച്ച് എന്തെല്ലാം വേർഡ് നിങ്ങൾക്ക് കിട്ടണോ അതൊക്കെ കൂട്ടി കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പോ പറഞ്ഞുകൊണ്ടിരുന്നാ മതി കേട്ടോ. ഇനി അപ്പൊ ഫേല് മാതി കഴിഞ്ഞു, എല്ലാവർക്കും ഉറപ്പായില്ലേ?
സംശയമില്ലല്ലോ. മാതി വരുമ്പോ എന്താണ്? മാതി പറഞ്ഞ ഭൂതകാലത്തിൻ്റെത് ഒന്ന് അനുവാദ ക്രിയ, മറ്റൊന്ന് നിഷേധക്രിയ, മറ്റൊന്ന് കർത്താവിന് അറിയപ്പെട്ടത്, മറ്റൊന്ന് കർത്താവിന് അറിയപ്പെടാത്തത്. ഇങ്ങനെ 4 രൂപത്തിൽ അനുവാദം, നിഷേധം, പിന്നെന്താണ് അതിൽ തന്നെ കർത്താവിന് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും. ഇങ്ങനെ വരുമ്പോ എന്തായി? വ്യത്യസ്തമായ രൂപത്തിലായി പറ്റി. അതേപോലെ തന്നെയാണ് മുസ്തഖ്ബിൽ വരുമ്പോൾ. അപ്പൊ നമ്മൾ ഇനി ഒരു മാലി ആ ഫീലിനെ മുലാരിയാക്കണം. മുലാരി, മാലി, മുലാരി, അംറി, നെഹി, ഇങ്ങനെയാണ് ഫീലുകളെ പരിചയപ്പെടുത്തുക. മാലി, മുലാരി, അംറി, നെഹി. അപ്പൊ അതില് മാലി നമ്മൾ ഇവിടെ പറഞ്ഞു. ഒരു മാലി പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫായല, ഫായല, ഇതെന്താ? മാലിയാണ് എന്ന് പറയും. ഇനി ഈ ഫായലിനെ നമുക്കൊന്ന് മുലാരിയാക്കണം. അതിനെന്താ ചെയ്യാ? അതെ, അവിടെ വരുമ്പോ എന്താണ്? അലിഫ്, നൂന്, ഈ അക്ഷരങ്ങളെയാണ് മുലാരിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാം. അലിഫ്, നൂന്, ഈ അക്ഷരങ്ങൾ മുലാരിന്റെ അക്ഷരങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ ഇതിന്റെ ആദ്യത്തിൽ കൊടുത്താൽ മതി. ഫായലിന്റെ ആദ്യത്തിൽ, ഫായലയുടെ ആദ്യത്തിൽ ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും, ഈ 4 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ കൊടുത്താൽ മതി. ഫായല, ശരിയായോ? ഫായല മാതിയാണ്. അപ്പോ നമ്മളിതിനെ മുതാരിയാക്കാൻ പോവുകയാണ്. മുതാരിയാക്കുമ്പോ അർത്ഥം എന്താ ഉണ്ടാകുക? പ്രവർത്തിക്കും എന്നാണ് ഉണ്ടാകുക മുതാരിയാകുമ്പോ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഉണ്ടാകുക. മനസ്സിലായില്ലേ? മുതാരി ആവുമ്പോ പ്രവർത്തിക്കും എന്നോ പ്രവർത്തിക്കുന്നു എന്നോ ആണ് അർത്ഥം ഉണ്ടാവുക. ശരിയല്ലേ? നേരെ മറിച്ച് ഫയലാന്നാകുമ്പോ മാലിയാണ്. അതിനെന്താ? പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം ഉണ്ടാവുക. മാലിയാകുമ്പോ പ്രവർത്തിച്ചു, മുതാരിയാകുമ്പോ പ്രവർത്തിക്കും ആയി. അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മള് ഫയലിനെ മുതാരിയാക്കാണ്. ഒന്ന് ഇവിടെ എന്താണ്? ഇതാ, ഈ അംസനെ കൊടുത്തു. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കൊടുക്കണം എന്നാണല്ലോ. അപ്പൊ അവിടെ അംസനെ കൊടുത്തു. അംസനെ കൊടുക്കുമ്പോ എന്താ ഉണ്ടാവേണ്ടിയത്? ഈ മുലാരി ആവുമ്പോ ശേഷമുള്ളതിന് ഫാഫിയിൽ സുക്കു ചെയ്യണം. അംസ വന്ന് കടന്നാൽ, അല്ലെങ്കിൽ താവ് വന്ന് കടന്നാൽ, യാ വന്ന് കടന്നു, നൂന് വന്ന് കടന്നു, ഇതിലേത് അക്ഷരം കടന്നാലും ഫാഫിയിൽ സുക്കു ചെയ്തോളണം. മനസ്സിലായില്ലേ? സംശയം ഉണ്ടാകരുത്. അങ്ങനെ അതൊരു പൊതു നിയമമാണ്, നമ്മളിവിടെ പ്രഖ്യാപിച്ചു. ഇനി ഏത് വിഷയം വരികയാണെങ്കിലും ഒരു മാവിനെ മുതാരിയാക്കാൻ, ഭൂതകാലത്തെ ഭാവികാലമാക്കാൻ എന്ത് ചെയ്യണം? അലിഫോ, താവോ, യാവോ, നൂനോ, ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുന്നതാണ് പറയാം. അങ്ങനെ അത് കൊടുത്താൽ തൊട്ടടുത്തുള്ള അക്ഷരത്തിന് സുക്കൂൻ ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ എന്തായി? അഫ് എന്നായി. മനസ്സിലായില്ലേ? അഫ് എന്നായി. ശരിയല്ലോ? അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ അഫലാന്നല്ലേ? മുലാരിയ ഫീലിന് എപ്പോഴും ലമ്മായിരിക്കും. മുലാരിയാണെങ്കിൽ യളിരിബ എന്ന് പറയില്ല, യജിലിസ എന്ന് പറയില്ല, യജിലിസു എന്ന് പറയില്ല. മുലാരിന് എപ്പോഴും ലമ്മായിരിക്കും. ആ നിയമം നിങ്ങളെ മനസ്സിലുണ്ടാകുക. ലമ്മ മുലാരിയുടെ അടയാളമാണ്. ഇത് മുലാരിയ ഫീലാണെങ്കിൽ അതിന് എപ്പോഴും ലമ്മായിരിക്കും. ലമ്മില്ലാതെ മുലാരി വരൂല. അതിന് ലാമിന് ഈ ഫീലിന്റെ ഇറാബ് എന്ന് പറഞ്ഞ അവസാനത്തെ അക്ഷരത്തിനാണ് ഇറാബ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പരിഗണിക്കുക. മുലാരിന് ലമ്മില്ലാതെ വരൂല. ലം അല്ലാത്തത് വരണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ആമിലുകൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. അതായത് വേറെ ഇറാബ് കൊടുക്കുന്ന വസ്തുക്കൾ വരണം. അങ്ങനെ ആ വസ്തുക്കൾ ഇല്ലാത്തടത്തോളം കാലം ലമ്മേ പാടുള്ളൂ. മനസ്സിലായോ? മുതാരിന്റെ അവസാന അക്ഷരത്തിന് ലമ്മേ പാടുള്ളൂ. ലമ്മല്ലാത്ത ഫതഹ് വരും, സുക്കൂൻ വരും. അത് വരണം എന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ ആമില് വരണം. ഇപ്പൊ നമ്മളെന്താ ആമില് പറയാ? ഇത് ആമിൽ വിഷയം എന്ന് പറഞ്ഞ പഠിക്കാറുണ്ടല്ലോ. അത് ചെയ്യുന്ന ആള് വരണം. മനസ്സിലായില്ലേ? അപ്പൊ ഏത് സമയത്തും മുലാരിയാണോ ലമ്മായിരിക്കും അവസാന അക്ഷരത്തിന്.
ഒരു ഫീലിന്റെ ഇതിന്റെ ഏറാം എന്താന്ന് വെച്ചാൽ എന്താ പറയാ, അവസാനത്തെ അക്ഷരത്തിനെ പറയട്ടോ. അല്ലേ? അപ്പൊ അഫ്അലു എന്ന് പറയും. അഫ്അലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. ഫ്യൂച്ചർ പ്രസന്റ് രണ്ടും പറയാം. ഞാൻ ചെയ്യുന്നു എന്ന് പറയാം, ഞാൻ ചെയ്യും എന്ന് പറയാം. അത് സന്ദർഭത്തിനൊത്താണ്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കുക ചെയ്യുന്നു, ചെയ്യും എന്നുള്ള പറയാം. ചെയ്യും, ചെയ്യും. ഇനി ചെയ്യുന്നു എന്ന സന്ദർഭം അവിടെ ഉണ്ടെങ്കിൽ അത് ആക്കാം. മനസ്സിലല്ലേ? ചെയ്യുന്നു എന്നതിനും ചെയ്യും എന്നുള്ളതിനും പറയാം. പക്ഷെ സാധാരണഗതിയിൽ ഒറ്റയടിക്ക് പറയാം എങ്ങനെയാണ്? ചെയ്യും, ഏത് രിബു അടിക്കും, ഏത് ഹബു പോകും. പക്ഷെ വർത്തമാനകാലത്തിന് വരുമ്പോ അതിന്റെ മുമ്പും പിമ്പും നോക്കിയിട്ട് അതിന്റെ വർത്തമാനത്തിനാണ് സൂചന എങ്കിൽ സെയ്ദാ പോകുന്നു. അപ്പൊ നമുക്ക് അവിടെ പോകുന്നു എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഇങ്ങനെ പോകുമെന്ന് അർത്ഥം പറയും. പക്ഷെ രണ്ടും പറയാം കേട്ടെ. അപ്പൊ അഫ്അലു, അപ്പൊ ഈ അഫ്അലുല് എന്ത് ചെയ്തു? ഇത് മുദാരിയായി മാറി. ആദ്യം എന്ത് ചെയ്യുന്നു? ഫഅലായിരുന്നു. ആദ്യം ഫഅലായിരുന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്ത്? എന്നിട്ടോ സുഖവും ചെയ്തു. പിന്നെ ദമ്മും ചെയ്തു. അല്ലെ? അപ്പൊ അഫ്അലു എന്നായി. ഇനി ഞാനിവിടെ പിന്നെ ഫതഹ ഇട്ട് കൊടുക്കാണ്. ഫതഹ. ഇനി നിങ്ങളൊന്ന് മുദാരിയായി കാണി. എന്താ പറയാ? അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ അല്ലേ? അഫ്തഹു അല്ലേ? ഓക്കെ, ശരിയല്ലേ? ഇങ്ങനെ ഏത് മുദാരിയും ഏത് മാദിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുദാരിയാക്കാൻ പറ്റും. ഇതിപ്പോ നമ്മള് ഹംസ ഇട്ടിട്ടാണ് ആക്കിയത് അല്ലേ? ഹംസ ആകുമ്പോ ഞാൻ എന്നുള്ള അർത്ഥമായി. ഇനി താ ഇട്ടാലോ? അപ്പൊ നമ്മള് കൂട്ടി ചെയ്തു അല്ലേ? ഇവിടെ അല്ലേ നമ്മള് ഇതാ തഫ്അലു, ശരിയല്ലേ? തഫ്അലു, നീ പ്രവർത്തിക്കും. ആ, തഫ്അലു. അവിടെ തായിനെ കൊടുത്തു, ഫാഫീലിന് സുക്കൂൻ ചെയ്തു, ലാഫീലിന് നമ്മൾ എന്ത് ചെയ്തു? ലമ്മും ചെയ്തു അല്ലേ? ഓക്കെ അല്ലേ? ഒരേപോലെ തന്നെ, ഒരേപോലെ തന്നെ. ഇനി നീ എന്നാണല്ലോ പറഞ്ഞത് തഫ്അലു എന്ന് അറിയുമ്പോ അവൻ പ്രവർത്തിക്കുന്നാകുമ്പോ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതായി. തഫ്അലു എന്ന് പറയുമ്പോ നീ പ്രവർത്തിക്കുന്നതാവും. യഫ്അലു പറയുമ്പോ അവൻ പ്രവർത്തിക്കുന്നതാവും. അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ തഫ്അലു കൊടുക്കും, അവള് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് കേട്ടോ. പിന്നെ പുരുഷനും തന്നെ തഫ്അലു നീ പ്രവർത്തിക്കും. അപ്പൊ യഫ്അലു അവനൊരു പുരുഷൻ പ്രവർത്തിക്കും. പിന്നെ ഇവിടെ തഫ്അലു എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും. അതുപോലെ തന്നെ സ്ത്രീ, അവളൊരു സ്ത്രീ പ്രവർത്തിക്കുന്നു തഫ്അലു പറയാം. പക്ഷെ അവിടെ മുമ്പത്തെ വേടുമ്പോ നോക്കിയിട്ടാണ് തിരിച്ചറിയാം. എന്നാൽ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നതിന് എങ്ങനെ? തഫ്അലീന, സ്ത്രീകൾ അല്ല. തഫ്അലീന എന്നുള്ളത് സ്ത്രീ സ്ഥലത്തുള്ള പെണ്ണിനെ പറ്റി പറയുമ്പോ തഫ്അലീന എന്നാണ് പറയാം. തഫ്അലീന, തഫ്അലാനി, തഫ്അൽന എന്നാണ് പറയാം. അപ്പൊ നമ്മളിപ്പോ പുരുഷനെ പറ്റി തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, നീ പ്രവർത്തിക്കും, നിങ്ങൾ രണ്ടാൾ പ്രവർത്തിക്കും, തഫ്അലൂന നിങ്ങൾ കുറെ ആള് പ്രവർത്തിക്കും. എന്നിട്ട് പിന്നെ പെണ്ണിനെ പറ്റി പറയുമ്പോ തഫ്അലീന, തഫ്അലാനി, തഫ്അൽന എന്നാണ് പറയാം. അപ്പൊ എന്തോ ആവട്ടെ, ഇപ്പൊ ഇവിടെ നമ്മള് യായിന് അലിഫിനെ കൂട്ടി, തായിനെ കൂട്ടി, യായിനെ കൂട്ടി. ഇനി നൂനിനെ കൂട്ടിയാലോ? നഫ്അലു ആക്കിയാലോ? നമ്മള് പ്രവർത്തിക്കുന്ന, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഒരു മാദിനെ മുദാരിയാക്കണ പണിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. മാദിനെ മുദാരിയാക്കി എങ്ങനെ? അലിഫോ താഓ യാ ഓ നൂനോ കൂട്ടി കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഇവിടെ വരും. ഞാൻ ഉദാഹരണം ഇതാ കേട്ടോ. യഫ്അലു, യഫ്അലാനി അല്ലേ? യഫ്അലാനി, യഫ്അലൂന, യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, തഫ്അലാനി, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലൂന. അങ്ങനെയാണോ? തഫ്അലാനി, യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, തഫ്അൽന.
യഫ്അൽന. ശരി. യഫ്അൽന അറിയാം. ശരിയല്ലേ? യഫ്അൽ യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന. ശരിയല്ലേ? യഫ്അൽ ഇവിടെ എന്താ വെച്ചാൽ ഫഅൽ ഫഅൽ ഫഅല ഫഅല ഫഅലു ഫഅലത ഫഅലത ഫഅൽന അല്ലേ? ഫഅൽന യഫ്അൽന. മനസ്സിലായില്ലേ? ഇനി എന്താണ് ഇനി ഇതിപ്പോ പെണ്ണിനെ തഫ്അലൂന പറഞ്ഞത് സ്ഥലത്തില്ലാത്ത പെണ്ണാണ്. പക്ഷെ ഇത് പെണ്ണിനെ സൂചിപ്പിക്കുന്നത് ആണ്. സ്ഥലത്തുള്ളവനാണോ അല്ലെ തീരുമാനിക്കണമല്ല കേട്ടോ. പിന്നെ തഫ്അലു തഫ്അലു അതെ തഫ്അലാനി തഫ്അലു തഫ്അലാനി പറഞ്ഞോളി. ഇത് പുരുഷനെ പറ്റിയാണ്. അവര് നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും, നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും. തഫ്അലൂന ലൂന തഫ്അലൂന. ഇതർത്ഥം നിങ്ങൾ പുരുഷന്മാർ, നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും. ഇനി നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്ന എങ്ങനെ പറയാം? തഫ്അലീന. തഫ്അലീന തഫ്അലാനി തഫ്അലീന തഫ്അലാനി തഫ്അൽന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു കേട്ടോ. അഫ്അലു നമ്മൾ നേരത്തെ എഴുതിയില്ലേ? നഫ്അലു. നോക്കിങ്ങള് ഇപ്പൊ എങ്ങനെയുണ്ട്? കൺഫ്യൂഷൻ ആവുന്ന ഒരു അവസ്ഥ തോന്നുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. അതെ അതെ അതെ. തഫ്അൽന തഫ്അലൂന എന്നുള്ള തൊട്ട് ചോട്ടില് തഫ്അൽന സ്ത്രീലിംഗത്തിന്റെ ഹാദർ തഫ്അൽന. ചെല്ലോ കാണി ചെല്ലോക്കി يفعل يفعلان يفعلون تفعل تفعلان يفعلن تفعل تفعلان تفعلون تفعلين تفعلان تفعلن أفعلون أفعلون. ഇവിടെ ഇപ്പോ എങ്ങനെയുണ്ട്? ഇവിടെ മാറ്റം വരുന്നത് യഫ്അലു എന്ന് പറഞ്ഞാൽ എന്താ? ഫഅല എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്താണ്. അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കും. നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞ എന്താണ്? അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നാണ്. അവൻ പുരുഷൻ പ്രവർത്തിക്കും. അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും. അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും. അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും. അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും. അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും. നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും. നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും. നിങ്ങൾ കുറെ പുരുഷന്മാർ. നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും. നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും. നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കും. നമ്മൾ പ്രവർത്തിക്കും. ഇങ്ങനെയല്ലേ? അപ്പൊ ഇതിന് സിയ പറയണം. എന്താ സിയ എഴുതിക്കോളി നിങ്ങള്. സിയ എങ്ങനെ എഴുതുക? മറ്റോടത്ത് പറഞ്ഞതേപോലെ തന്നെ സിയ ഉണ്ട് ഇതിന്. സീറത്ത് വഹ്ദാൻ മുദക്കർ ഗായിബ് അത് ഇസ്ബാത്ത് فعل أيوة فعل مضارع معروف ضمير എത്ര ഈസിയാണ് അല്ലേ? വെറും മാലി എന്ന് പറഞ്ഞിടത്ത് മുതാലി എന്നൊരു വേർഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഒറ്റ മുതാലി കൂട്ടേണ്ട പണിയുള്ളൂ. പഠിച്ചതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് പഠിച്ചു വന്നിക്കണമെങ്കിൽ പിന്നെ പണിയെടുക്കണ്ട. അതാണ് മാലിയിൽ നിങ്ങൾ കുറച്ച് കടന്നു പിടിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഫസ്റ്റിലല്ലേ ഇത്, അതുകൊണ്ടാണ്. കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഇത് നിങ്ങൾ ഇച്ചയിലേക്ക് പകർത്തി വെച്ചോ. ഇത് നിങ്ങൾ ഇതേപോലെ പകർത്തി വെക്കും. ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമുക്ക് വേറൊരു പണിയുണ്ട്. ഇത് പരിചയക്കുറവ് കൊണ്ടേ നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. പകർത്തിയോ നിങ്ങൾ ഇതേപോലെ? ഓക്കെ ആണോ? ഇത് അനുവാദ ക്രിയയിൽ നിന്നുള്ളതാണ്.
ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് മജ്ഹൂലും നഫിയും കൂട്ടേണ്ടേ ഉള്ളൂ. കഥ കഴിഞ്ഞ് മറ്റേ അതേപോലെ തന്നെ. ആ മറ്റോടത്ത് നിങ്ങൾ നഫി പറഞ്ഞു, അതിലെന്താ കുട്ടി? മാ കുട്ടി. ഇവിടെ ലാമേ കൂട്ടേണ്ടേ ഉള്ളൂ. ലാ യഫലു ലാ യഫലാനി ലാ യഫലൂന, ലാ തഫലു ലാ തഫലാനി ലാ തഫൽന ലാ യഫൽന, ലാ തഫലു ലാ തഫലാനി ലാ തഫലൂന ലാ തഫലിന ലാ തഫലാനി ലാ തഫൽന ലാ അഫലു ലാ നഫലു എന്ന് പറയേണ്ടേ ഉള്ളൂ. പക്ഷെ അത് പഠിച്ച് ലെവലാവും. അതൊന്നും മനസ്സിലായി. ഇതൊന്ന് മറ്റേ പഠിച്ച പോലെ തന്നെ അതെ 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 അതെ. അവിടെ ശരിക്കും ഓർമ്മ രണ്ടും ഒന്നാണല്ലോ. താഴെ വന്ന രണ്ടും ഒന്നാണ്. അതെ. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ്? യഫലു യഫലാനി യഫലൂന. ഇവിടെ വഫാലായി. തഫ്അലു തഫ്അലാനി തഫ്അലു തഫ്അലാനി. ഇനി ഇവിടെ താഴെ ഇവിടെ ഒരു തഫലാനി അല്ലേ? അതില്ലേ മൂന്ന് തപ്പലാനി വലിയായിട്ട് വന്നു അല്ലെ? രണ്ട് തപ്പലും വന്നു. ഇത് തിരിച്ചറിയൽ എവിടെയാണ്? മുന്നിലും പിന്നിലും എന്താണോ അത് നോക്കുമ്പോഴാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ എന്താണ്? ഇത് ചെല്ലി തഫല് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തഫല് എന്തായിരിക്കും? പുല്ലിംഗത്തിന്റെ ദിവചനമായിരിക്കും. സ്ഥലത്തുള്ള പുല്ലിംഗത്തിന്റെ ദിവചനമാണ്. സ്ഥലത്തുള്ള പുല്ലിംഗത്തിന്റെ ഏകവചനം അല്ലേ ഇത്? ഇത് പറഞ്ഞിട്ടാകുമ്പോ ഇങ്ങനെ തന്നെ വരണം. ഇത് സ്ത്രീലിംഗത്തിന്റെ വായിബാകുമ്പോ അതിന്റെ ദിവചനം ഇങ്ങനെ തന്നെയാണ് വരിക. പിന്നെ എന്താണ്? സ്ത്രീലിംഗത്തിന്റെ ഹാദറാകുന്ന ദിവചനവും ഇങ്ങനെ തന്നെ വരിക. അപ്പൊ നമ്മളെ മനസ്സിൽ എന്തുണ്ടായാൽ മതി? ഇപ്പൊ സിയത്ത് ഇത് ഇങ്ങനെ പറയാ, സിയത്ത് വഹദാൻ മുഅന്നസ് ഹാദിർ അല്ലേ? അത് ഇസ്ബാത്ത് ഫീലു മുലാരി മഅറൂഫ് ദമീർ ദറവ് അൻതി അൻതി. അപ്പൊ ഈ അൻതി വന്നാൽ ഈ തഫ്അലീന എന്നുള്ള സിയ വന്നാൽ തൊട്ടടുത്ത് അതിന്റെ ദിവചനം തഫ്അലാനി എന്നാണ്. അതുപോലെ തഫ്അലു എന്ന് നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും എന്നുള്ള സിയ വന്നാൽ അതിന്റെയും ദിവചനം തഫ്അലാനി എന്നാണ്. പിന്നെ തഫ്അലു അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാലും തൊട്ടുള്ള ദിവചനം തഫ്അലാനി എന്നാണ്. അപ്പൊ അവിടെ മൂന്ന് തഫ്അലാനി ഒരേപോലെ ഉണ്ടാവുമ്പോ നമുക്ക് എന്താ പഠിക്കാൻ എളുപ്പമായി. കൺഫ്യൂഷൻ ആവല്ലേ ചെയ്യണ്ടേ? നമുക്ക് എന്താ വെച്ചാൽ ഈ തഫ്അലാനിക്ക് ശേഷവും അല്ല ഈ തഫ്അലു ഈ തഫ്അലു ഈ തഫ്അലീന ഇവക്കൊക്കെ ഈ മൂന്നെണ്ണത്തിന് ഇവിടുന്നാണ് വിട്ടാൽ യഫ്അല് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഏകവചനങ്ങളുടെ തൊട്ട് പിന്നിൽ വരുന്ന ദ്വിവചനങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും. കൺഫ്യൂഷൻ അല്ലേ? നമുക്ക് ഒന്നും കൂടെ പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെല്ലാണ്, ഞാൻ ചെല്ലാം. യഫലു യഫലാനി യഫലൂന തഫലു തഫലാനി യഫൽന തഫലു തഫലാനി തഫലൂന തഫലീന തഫലാനി തഫൽന അഫലു നഫലു. അതുപോലെ ലർബന്റെ യദ്രിബു യദ്രിബാനി യദ്രിബൂന തദ്രിബു തദ്രിബാനി യദ്രിബിന തദ്രിബു തദ്രിബാനി തദ്രിബൂന തദ്രിബിന തദ്രിബാനി തദ്രിബിന അദ്രിബിന അദ്രിബു. യജ്ലിസു യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന തജ്ലിസു തജ്ലിസാനി തജ്ലിസൂന തജ്ലിസീന തജ്ലിസാനി തജ്ലിസ്ന അജ്ലിസ്ന അജ്ലിസു. ഫതഹ എന്റെ മുദാരി യഫ്തഹു ചെല്ലി يفتح يفتحان يفتحون يفتحان يفتحون يفتحان يفتحن تفتح تفتحين تفتحان تفتحون تفتحن تفتحين تفتحان അഫ്തഹു നഫ്തഹു. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ചെല്ലി പഠിച്ചു നോക്കിയാല് അതങ്ങോട്ട് എളുപ്പത്തിലാണ്. ചെല്ലിനെ വേണം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും അസൽ എന്താണ്? ഫഅലയാണ് അല്ലെ? അപ്പൊ ഇതിൽ നമ്മള് ഇപ്പൊ ഫലുവില് നമ്മള് പിന്നെ ഇത് ഞാൻ മായിക്കട്ടെ. സ്ത്രീകളൊക്കെ ഇതിലൊക്കെ ഒരേപോലെ തന്നെ അല്ലേ? ഹുവ ഹുമ ഇങ്ങനെ മുമ്പ് പഠിച്ച അതേ സ്ത്രീകൾ തന്നെയാണ് എല്ലാം. ഇതിൽ വെറും മുലാരി മാത്രമേ മാറണുള്ളൂ. ഒന്നും വേറെ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ എഫല് മാറ്റിട്ട് വേറൊരു പേര് പറഞ്ഞോളൂ നിങ്ങള്. ജൻസുർ പറ്റും അല്ലേ? എളുപ്പത്തിന് കത്തപ്പേണ്ണ വണ്ടി. ഓക്കെ. ഇതിന്റെ സി എന്ന് പറഞ്ഞോളി. അപ്പൊ ഇതിവിടെ യക്തുബു ഏകവചനം, ഇനി അതിന്റെ ദ്വിവചനം, ഇനി അതിന്റെ ബഹുവചനം. അപ്പൊ അതെല്ലാവർക്കും അറിയാം. യക്തുബു യക്തുബാനി യക്തുബൂന. സീഗയും അറിയും. സി എന്താ? യക്തുബുവിന്റെ
ഓക്കെ, ഇനി രണ്ടിൻ്റെത് ദ്വിവചനത്തിൻ്റെത്. سيادة التثنية رائب معروف المضارع معروف ضمير ഹുമ. നീ ബഹുവചനത്തിന്റെ جمع سيادة جمع رائب معروف معروف ضمير هم ഹും. അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തായെന്ന് വെച്ചാൽ പുല്ലിംഗത്തിന്റെ വായ്പ കഴിഞ്ഞു. ഇനി സ്ത്രീലിംഗത്തിന്റെ യക്തുബ് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താണ്? തക്തുബു അല്ലേ? അല്ലെ? ഒക്കെ ഉറപ്പല്ലേ? തക്തുബു. ഇതിന്റെ സി പറഞ്ഞോളി. ഇതിന്റെ അർത്ഥം എന്താ നമ്മള് പറയാ? ഒരു സ്ത്രീ എഴുതും അല്ലെങ്കിൽ എഴുതുന്നു എന്ന് പറയാം. അപ്പൊ ഞാൻ എന്റെ സി പറഞ്ഞോളി. سيادة هذان مؤنث معروف ضمير هي. ഇനി അതിന്റെ ദ്വിവചനം പറയും. തക്തുബുവിന്റെ ദ്വിവചനം എന്താ? തക്തുബാനി. ഓക്കെ. مؤنث صاحب استثبات فعل مضارع معروف ضمير ഹുമ. ഇനി ഇതിന്റെ ബഹുവചനം എന്താണ്? തക്തുബിന എന്നാണോ? തക്തുബിന. ഓക്കെ. പിന്നെ سيادة جمع مؤنث صاحب استثبات فعل مضارع معروف ضمير ഹുന്ന. ഓക്കെ, അങ്ങനെ അതായി. ഇനി ഇതിലെ ഹാദറാണ്. ഇതിപ്പോ എഴുതുമ്പോ അവനൊരു പുരുഷൻ എഴുതുന്നല്ലേ പറഞ്ഞ്. ഇനി എന്താണ്? നീ ഒരു പുരുഷൻ എഴുതും, ഹാദർ വേണം അല്ലേ? അപ്പൊ എന്താണ്? തക്തുബു അല്ലെ? തക്തുബു. അപ്പൊ ഈ തക്തുബും ഒരേപോലെയാണ് കാഴ്ചപ്പാട് അല്ലെ? പക്ഷെ ഈ തക്തുബുവിന് നമ്മൾ സ്ത്രീലിംഗത്തിന്റെ അർത്ഥം കൊടുത്ത എന്താ? ഈ യക്തുബുവിനാണ് കഴിഞ്ഞപ്പോ പറയുന്ന തക്തുബു ആയപ്പോ നമ്മള് പെണ്ണിന് പറഞ്ഞു. പക്ഷെ ഈ യക്തുബിനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്ന തക്തുബു എന്തായിരിക്കും? സ്ഥലത്തുള്ള പുരുഷനാവും. നമ്മൾ ചെല്ലി പഠിച്ചു പോരുമ്പോ ആ ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പൊ തക്തുബു പറയുമ്പോ അതിന്റെ സി എന്താണ്? നീ ഒരു പുരുഷൻ എഴുതും അല്ലെ? എഴുതുന്നു. مذكر استثبات معروف ضمير أنت. വെരി ഗുഡ് അല്ലെ? അപ്പൊ സിയത്ത് വാദാൻ മുദക്കർ ഹാദിർ അസിസ്ബാത്ത് ഫീൽ മാദി ആണോ? ഫീൽ മുദാരി മഅറൂഫ് ضمير അൻത. ശരിയല്ലേ? ഇനി അതിന്റെ ദ്വിവചനം പറഞ്ഞോളി. തക്തുബാനി. ഓക്കെ. അപ്പൊ സിയ മുദക്കർ വായിബ് ഫീൽ മുദാരി മഅറൂഫ് ضمير അൻതുമാ. ഇനി ഇതിന്റെ ബഹുവചനം പറയും. തക്തുബു തക്തുബാനി. പിന്നെന്താണ്? തക്തുബൂന. അർത്ഥം അവർ നിങ്ങൾ പുരുഷന്മാർ കുറെ പുരുഷന്മാർ. കാരണം നിങ്ങൾ ഹാദറാണ്. അതെ. അപ്പൊ നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, എഴുതും. അനീസിക പറയും. سيادة جمع مذكر حاضر استثبات فعل مضارع معروف ضمير أنتما ضمير أنتم. ശരിയാണല്ലേ സംഗതി? അവ്യക്തത ഒന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ അന്തും ضمير അന്തും അല്ലേ? അപ്പൊ ഇവിടെ പുരുഷന്മാരുടെ ഹാദർ പറഞ്ഞു. പുരുഷന്മാരുടെ വായ്പും കഴിഞ്ഞു, സ്ത്രീകളുടെ വായ്പും കഴിഞ്ഞു. അപ്പൊ പുരുഷന്മാരുടെ ഹാദർ, സ്ഥലത്തുള്ള പുരുഷന്മാരെ കുറിച്ച്. ഇനി സ്ഥലത്തുള്ള സ്ത്രീകളെ എന്താ പറയണ്ടേ? തക്തുബീന അല്ലേ? തക്തുബീന. ഓക്കെ. തക്തുബീനന്റെ അർത്ഥം എന്താ? നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതും. അല്ല, നീ ഒരു സ്ത്രീ എഴുതും. ഉറപ്പല്ലേ? നീ ഒരു സ്ത്രീ, സ്ഥലത്തുള്ള നീ ഒരു സ്ത്രീ എഴുതും. തക്തുബീന. ഇങ്ങനെയല്ലോ യഫലു യഫലാനി യഫലൂന തഫലു തഫലാനി യഫൽന തഫലു തഫലാനി തഫലൂന തഫലീന തഫലാനി തഫൽന. അത് സംഭവം തരുമോ? ഈ അവിടെ നിങ്ങള് ഇതിന്റെ ഒരു 2-3 ഘട്ടം കൂടി കടന്നാലാണ് ഇതെന്ത് ലമ്മായത് എന്നുള്ള പ്രശ്നം വരുള്ളൂ. അതായത് ഇങ്ങനെ ശ്രദ്ധിക്കുക.
പിന്നെ ഫതഹ യഫ്തഹു, അതായത് ഫഅല യഫ്അലു വരിക. ഫഅല യഫ്അലു വരികയോ ഫഅല യഫ്ഇലു പിന്നെ ലറബ യദ്രിബു വരികയോ ചെയ്യുകയാണെങ്കിൽ കൽപ്പന ക്രിയയിൽ എന്താ വരിക? ലമ്മുള്ള ഹംസയെ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഉൻസുർ എന്ന് പറയും. അതിനകത്ത് ലറബ പോലെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇളിരിബ് എന്നാ പറയാ. അപ്പൊ ആ ഒരു മാറ്റം വരും. അതായത് മുലാരിയില് നോക്ക, പിന്നെ മുലാരിയില് ഇങ്ങനത്തെ ഇതിന് ലമ്മ് വരികയാണ് ഒട്ടിക്കോ. ലമ്മ് വരികയാണെങ്കിൽ ആ ലമ്മ് ഇവിടെയും വരും. ഇവിടെ ഇപ്പൊ ലമ്മല്ലേ വന്നിട്ടില്ലേ? തക്തുബു. ആ ലമ്മ് ഇവിടെ വന്നു തക്തുബു. യക്തുബു, ഇവിടെ യക്തുബു അല്ലേ? ഇവിടെ തക്തുബു അല്ലേ? ഇവിടെ തക്തുബു അല്ലേ? ഇവിടെ തക്തുബു. താഴെ ശ്രദ്ധിച്ചു നോക്കിയാള്, താഴെ ലമ്മല്ലേ? അവിടെയൊക്കെ ലമ്മന്നെ വന്നു. കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് എന്തായിരുന്നു പിന്നെ അതിന്റെ മുമ്പത്തെ സംശയം എന്തെന്ന് പറഞ്ഞത്? അല്ല, അയലിന് ഫതഹാന്നല്ലോ. ലറബിയില് മാദിയില് മുലാരിയില് വന്നപ്പോ എന്ത് ചെയ്തു? അല്ല, പറഞ്ഞത് മൂന്നാമത്തെ അക്ഷരത്തിന്റെയാണ് പറഞ്ഞത്, യഫ്അലു എന്നുള്ളതാണ്. അപ്പൊ ഇതില് യക്തുബു എന്നാണ് വന്നത്. മറ്റേത് സംഭവം മുലാരിയിൽ അതാണ് വ്യത്യസ്തമായ ലമ്മ് വരും. ഫഅല യഫ്അലു വരും, ഫഅല യഫ്ഉലു വരും, ഫഅല യഫ്ഇലു വരും. കതബ ഫഅല യഫ്ഉലു പെട്ടതാണ്. 5 സുലാത്തി മുജറദ് 5 ഉണ്ട്. അത് ഒന്ന് ഫഅല യഫ്അലു, ഏതുപോലെ ഫതഹ യഫ്തഹു. മറ്റൊന്ന് ഫഅല യഫ്അലു, ഏതുപോലെ സമിഅ യസ്മഉ. മറ്റൊന്ന് ഫഅല യഫ്ഇലു, അത് ഏതുപോലെ ലറബ യദ്രിബു. മറ്റൊന്ന് പിന്നെ ഫഉല യഫ്ഉലു, കറുമ യകുറുമു, നസറ യൻസുറു, നസറ യൻസുറു, അതായത് ഫഅല യഫ്ഉലു. ഇങ്ങനെ 5 രൂപത്തിൽ വരും. ആ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്ന നമ്മൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ശരിയാവും. ഇപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തോളി, ശരിക്കും കാണാൻ പഠിച്ചോളി. ബഹുമാനിയായി എല്ലാത്തിനും വേർഡ് കാണുള്ള അറബിയില് ഒരു പ്രശ്നവും ഒഴിവായി പോകില്ല എന്നുള്ള അറബി ഭാഷയില് എല്ലാത്തിനും വേർഡ് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാല് ഫഅല യഫ്ഉലു പറഞ്ഞപ്പോ ഇവിടെ കതബ യക്തുബു അങ്ങനെ തന്നെ വരും. അപ്പൊ ഫഅല യഫ്അലു ആവുമ്പോ നസറ ഫതഹ യഫ്തഹു, അങ്ങനെ എന്ത് ചെയ്യും? ഓരോന്നും മാറി മാറി വരും. എങ്കിലും ഇത് നിങ്ങൾ എന്ത് ചെയ്തോളി, കതബ യക്തുബു ഇങ്ങനെ പഠിച്ചു വെക്കും കേട്ടോ, പ്രശ്നമില്ലല്ലോ. കാരണം ഇതെന്താ വെച്ചാൽ ഈ കതബ മുലാരി ഇതിൻ്റെത് ആദ്യം എഴുതി തന്ന എന്താ? യക്തുബു അല്ലേ? യഫ്അലു അവിടെ എഴുതി തന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മുലാരി ആദ്യം എഴുതി തരുമ്പോ ലമ്മാണോ, അപ്പൊ ആ ലമ്മ് നിങ്ങൾ എല്ലായിടത്തും കൊണ്ട് പറഞ്ഞാൽ മതി. ഫതഹാണോ, അപ്പൊ ഫതഹ ഒക്കെ പറയാ. കെസറാണോ, കെസറൊക്കെ പറയാ. അങ്ങനെ ആ ഓർമ്മ ഉണ്ടായാൽ മതി. പിന്നെ അത് എങ്ങനെ ലമ്മായത് എങ്ങനെ ഫതഹായതൊക്കെ നമുക്ക് കുറച്ച് ഇതിന്റെ 2ാം ഘട്ടം കഴിഞ്ഞിട്ട് കേട്ടോ. ശരിയല്ലേ ഇപ്പൊ? ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? തക്തുബീന പറഞ്ഞാൽ അർത്ഥം നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതിന്റെ ദ്വിവചനം എന്താണ്? നിങ്ങൾ 2 സ്ത്രീകൾ എഴുതും അല്ലേ? ഇതിന്റെ ബഹുവചനം നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതും. അതിന്റെ സ്ത്രീ എന്താണ്? ജമ്മ് അല്ലേ? ജമ്മ് മുഅന്നസ് ഹാദിർ അസ് ഇസ്ബാത്ത് അല്ലേ? അത് ഇസ്ബാത്ത് ഫീല് മുലാരി അല്ലേ? ഫീല് മുലാരി ഇതാണ് മഅറൂഫ് അല്ലേ? ഫീല് മുലാരി മഅറൂഫ്. ളമീർ ദറൗ അൻതുന്ന. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ എല്ലാത്തിന്റെ സീരങ്ങളോ മനസ്സിൽ ഓർമ്മ വേണം. തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന, തക്തുബിന അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? അക്തുബു, നക്തുബു. നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നോട്ടുകൾ എല്ലാവരും എഴുതണം കേട്ടോ, ഇല്ലെങ്കിൽ മറക്കും. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ വളരെ എളുപ്പമായിരിക്കുമെങ്കിലും പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ആയല്ലോ അല്ലേ?
തക്തുബു യക്തുബി യക്തുബാനി യക്തുബൂന തക്തുബു തക്തുബാനി യക്തുബിന തക്തുബു തക്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തക്തുബിന അക്തുബു നക്തുബു അല്ലേ? അക്തുബു എന്താ പറയുന്നത്? ടെലിഫോൺ അടിയത് മെസ്സേജ് നല്ലതാണ്. അല്ലേ? ആ സൗണ്ട് ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു. അതെ. അക്തുബു നക്തുബു. അക്തുബു എന്ന് പറയുമ്പോ നമ്മള് നേരത്തെ പറഞ്ഞല്ലേ, അരിഫ് കൂട്ടി തൊട്ട് ശേഷം സുക്കൂൻ ചെയ്തു, അവസാനത്തിൽ ലമ്മ് ചെയ്തു. മുലാരി ആവുമ്പോ അവസാനത്തെ അക്ഷരത്തിന് ലമ്മേ വരാൻ പാടുള്ളൂ. ഫത്തഹോ സുക്കൂനോ വരണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ആംബിലുകൾ വരണം. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇതായി. അപ്പൊ ഇനി യക്തുബു യക്തുബാനി യക്തുബൂന പറയും പോലെ വേറെ ഏതൊക്കെയാണോ ഫീലുകൾ അവിടെ അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ ഏകവചനത്തിന് ഈ യാ നൂന് കൂട്ടുമ്പോ എന്ത് ചെയ്യും? ആ ലമ്മ് പോവും. ഇത് ചേർന്നത് കൊണ്ടാണ് ആ ലമ്മ് പോയത്. അത് നമ്മള് വേറെ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ലമ്മുണ്ട് ഫലത്തിൽ. തക്തുബീന എന്നുള്ളടത്ത് എന്തിന്റെ മേൽ ലമ്മ് എന്ന് വെച്ചാൽ മുക്കത്തറത്തായി യാമൽ ലമ്മ് എന്നാ പറയാ. തക്തുബീന എന്നുള്ള വെയില് മുതാരി മഅറൂഫാണ്, ലമ്മാണ്. ലമ്മയുടെ യാമൽ ലമ്മാണ് എന്ന് പറയും. മുക്കത്തറത്ത് അവിടെ ലമ്മിനെ സങ്കല്പിക്കും. മുക്കദ്ദർ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കപ്പെട്ടതെന്നല്ല തഖദീർ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ യാമൽ ലമ്മിനെ സങ്കല്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതണം. അതിന്റെ സ്ഥാനമാണ് അവിടെ എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ എന്തോട്ടെ, പിന്നെ ഇത് ഓക്കെയാണ്. ഇനി ഇതിലേക്ക് വേറെ കുറച്ച് ഫീലുകൾ പറഞ്ഞാണ്. യക്തുബു എന്റെ കൂടെ അങ്ങനെ ചെല്ലാൻ പറ്റുന്ന ഫീലുകൾ പറയാം. ആ ചെല്ലി ഓക്കെ അല്ലേ? ശരിയല്ലേ? അങ്ങനത്തെ അല്ലേ? റെഡി അല്ലേ? ഈ പിന്നെ ഇത് ഫുള്ള് എഴുതണോ? ആ ഓക്കെ. നിങ്ങൾ സാധാരണ നമ്മള് പുസ്തകം എവിടെ കൊടുത്തിട്ടില്ലേ? അത് സാധാരണക്ക് ഒന്ന് കൊടുത്താല് വളരെ എളുപ്പമായിരിക്കും. കാണിച്ചട്ടെ. ഇതില് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് അതേപോലെ ഇതിന്റെ ഉള്ളിലുണ്ട്. നിങ്ങളൊരു ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. കണ്ടോ? പിന്നെ ഇതാക്കണം. പന്നി നമ്മൾ എടുത്തത് ഇതാക്കണം. ഇതല്ലേ എപ്പലി എപ്പലാനി എപ്പലൂനുണ്ടല്ലേ? അതെ, അതാണ്. ബുക്കൊന്നുമില്ല, ഇവര് കാണാ പടം പഠിച്ചത് പിന്നെ ഓക്കെ അല്ലേ? അപ്പൊ എന്താ വെച്ചാല് ഇത് ശരിയായില്ലേ? അപ്പൊ അതില് ആ എപ്പലു എപ്പലാനി എപ്പലൂനുണ്ടല്ലേ? എപ്പലു എപ്പലാനി എപ്പലൂന തൊപ്പലു തൊപ്പലാനി എപ്പലിന തൊപ്പലു തൊപ്പലാനി തൊപ്പലുവിന തൊപ്പലീന തൊപ്പലാനി തൊപ്പലിന അപ്പലുൻ എപ്പലു. അവിടെ നേരെ നമ്മള് ഫയലിന്റെ അവിടെ ചെല്ലിയതുപോലെ സിയത്ത് വാദ് ഫീല് മാലി മഅറൂഫ് ഫീല് മാലി പറഞ്ഞിട്ട് ഫീല് മുദാരി മഅറൂഫ് ദമീർ ദറവ് ഹുവ. കണ്ടില്ലേ? അങ്ങനെ ചെല്ലിയാ മതി കേട്ടോ. പിന്നെ യദ്ഹബു ചെല്ലി അല്ലേ? ഇനി ഒരാൾ ചെല്ലി, അതിനെക്കുറിച്ച് ചെല്ലിക്കോളൂ. ഏതെങ്കിലും യജ്ലവ്വിദു ആ ചെല്ലിക്കോളൂ. ആ കുഴപ്പമില്ല, പതുക്കെ ചെല്ലിക്കോളൂ. യജ്ലവ്വിദു യജ്ലവ്വിദാനി യജ്ലവ്വിദൂന തജ്ലവ്വിദു തജ്വല്ലിദാനി തജ്വല്ലിദാ തജ്വല്ലിദുന തജ്ലവ്വിദു തജ്വല്ലിദാനി യജ്വല്ലിദ അല്ല യജ്വല്ലിദ എന്നാണ് ആയിമാര്. നീ ഞാൻ ചെല്ലാം. യജ്ലവ്വിദു യജ്ലവ്വിദാനി യജ്ലവ്വിദൂന തജ്ലവ്വിദു തജ്ലവ്വിദാനി യജ്ലവ്വിദന തജ്ലവ്വിദു തജ്ലവ്വിദാനി തജ്ലവ്വിദൂന തജ്ലവ്വിദീന തജ്ലവ്വിദാനി തജ്ലവ്വിദന അജ്ലവ്വിദു നജ്ലവ്വിദു. ഈ ഗതിയായിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ച മറ്റുള്ള എളുപ്പമുള്ള വേർഡ് വളരെ ഈസി ആയിട്ട് വരും. ആദ്യത്തെ മാതി അത് ഭൂതകാലം, ഇത് മുലാരി, ഇത് സീഹ. അല്ലല്ല, പിന്നെ ഇജ്ലബിദുല്ലേ അതിന്റെ മാതി എന്താണ്? ഇജ്ലവ്വദ 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 എന്ന് പറഞ്ഞ സ്പീഡിൽ നടന്നു, സ്പീഡിൽ നടക്കുക എന്നുള്ളതിനാ ഇജ്ലവ്വദ.
ഇജ്ലവ്വദ അതിന്റെ മുതാരി യജ്ലവിദു, അതിന്റെ ക്രിയാധാതു ഇജ്ലുവാദൻ, ഇജ്ലവ്വദ യജ്ലവിദു ഇജ്ലിവാദൻ, ഇജ്ലിവാദ് അതായത് സ്പീഡിൽ നടക്കൽ എന്നുള്ളത്. നടക്കുന്നവൻ എന്ന് പറയുകയാണെങ്കിൽ മുജിലവിദു. അങ്ങനെ അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോ ശരിയാവും. ഇതിപ്പോ എന്തായാലും ഇത് നിങ്ങള് ഇപ്പൊ ഇത് ശ്രദ്ധിക്കുന്നത് പോലെ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടാണ് പോവുകയാണെങ്കിൽ ഒരു 2 മാസം കൊണ്ട് തരും ഇത് ശരിക്കൊരു ഊടാമ്പാടാവും. അപ്പൊ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഏതെങ്കിലും പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇതിന്റെ മാറി എന്താണ്, ഇത് രസിക എന്താ, ഇങ്ങനെ വന്നിട്ടും. പക്ഷെ ഇതിന് ഒരു നല്ല ഒരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളൂ. അപ്പൊ അത് അങ്ങനെ. അപ്പൊ ശരി, ഇനി ഞാൻ വേറൊരു വേർഡ് പറയാം. ഇഖ്ശാറ അതിന്റെ മുതാരി ഇഖ്ശൈറു. ഇഖ്ശാറ തഖ്ശൈറു മിൻ ജുലൂദുല്ലദീന യഖ്ശൗന അല്ലേ റബ്ബഹും അല്ലേ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് സുമറിലെ ആയത്തില്ലേ യഖ്ശൈറു. ഇങ്ങനെ അല്ലാഹുല്ലദീ അൻസലൽ കിതാബ തഖ്ശൈറു മിൻ ജുലൂദുല്ലദീന, ഒരു വിഭാഗം ആളുകളുടെ തൊലികൾ രോമാഞ്ചം കൊള്ളുന്നു. തഖ്ശൈറു. അപ്പൊ യഖ്ശൈറു രോമാഞ്ചം കൊള്ളും. യഖ്ശൈറു ജില്ലാണ്. യഖ്ശൈറു യഖ്ശൈറാനി യഖ്ശൈറൂന തഖ്ശൈറു തഖ്ശൈറാനി യഖ്ശൈറുന തഖ്ശൈറു തഖ്ശൈറാനി തഖ്ശൈറൂന തഖ്ശൈരീന തഖ്ശൈറാനി തഖ്ശൈറുന അഖ്ശൈറൂന അഖ്ശൈറു. ഇങ്ങനെ ഗതികേടുള്ള വേർഡുകളൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഈസി വേർഡുകൾ നമുക്ക് പ്രയാസരഹിതമായി പറയാൻ പറ്റും. അപ്പൊ ഇനി നമ്മള് യദ്രിബു യദ്രിബാനി യദ്രിബുന എളുപ്പത്തിൽ ചെല്ലും അല്ലെ? ചെല്ലുവൊക്കെയാണ് യദ്രിബു യദ്രിബാനി യദ്രിബൂന തദ്രിബു തദ്രിബാനി യദ്രിബുന തദ്രിബു തദ്രിബാനി തദ്രിബൂന തദ്രിബീന തദ്രിബാനി തദ്രിബുന അദ്രിബു നദ്രിബു അല്ലേ? അവനൊരു പുരുഷൻ പ്രവർത്തിക്കും, അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കും, അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, അവളൊരു സ്ത്രീ പ്രവർത്തിക്കും, അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും, അവർ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും, നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും, നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിക്കും, നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും, നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിക്കും, നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും, നമ്മൾ പ്രവർത്തിക്കും. ഈ മലയാള വേർഡ് ഇങ്ങനെ വരിവരിയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാകുമ്പോ 15 വേർഡിലെങ്കിലും ഇങ്ങനെ പഠിച്ചാല് ഭയങ്കരമായിട്ട്. പക്ഷെ നമ്മളെ മനസ്സിൽ എന്തുണ്ടാകുന്നത് ഇതിന്റെ ഘടന തെറ്റരുത്. ഇപ്പൊ ഞാൻ പറയാണ് പിന്നെ അവളൊരു സ്ത്രീ അവനൊരു പുരുഷൻ പ്രവർത്തിക്കും, അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കും. ഇപ്പൊ എങ്ങനെ എഫലാനി എഫലൂനാന്ന് ചെല്ലിപ്പോരുന്നത് പോലെ അർത്ഥം അതുപോലെയാണ് ചെല്ലാൻ പറ്റുക. അപ്പൊ നീ ഇതിങ്ങനെ ക്ലിയർ ആവും. എഫലാനി എഫലൂന എന്ന് പറയുമ്പോ നമ്മൾ ഇങ്ങനെ ചെല്ലിപ്പോരാണല്ലോ. അതേപോലെ നമ്മൾ അർത്ഥം അവനൊരു പുരുഷൻ പ്രവർത്തിക്കും, അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കും, അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, അവളൊരു സ്ത്രീ പ്രവർത്തിക്കും, 2 സ്ത്രീകൾ പ്രവർത്തിക്കും, അവർ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും, നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും, നിങ്ങൾ 2 പുരുഷന്മാർ പ്രവർത്തിക്കും, നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും, നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിക്കും, നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും, നമ്മൾ പ്രവർത്തിക്കും. ഇതിങ്ങനെ വരുമ്പോ എന്താവെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആ ഘടന ഒരിക്കലും തെറ്റൂല. അവിടെ ഇപ്പൊ യദ്ഹബു ചൊല്ലി. ഇനി അതേപോലെ യസ്മാഉ ചൊല്ലിയൊക്കെ ഒന്ന് ഒറ്റക്കാൻ ചെല്ലിക്കോളൂ. ആ യസ്മാഉ ചെല്ലിക്കോളൂ. യസ്മാഉ യസ്മഅനി യസ്മഊന തസ്മഉ തസ്മഅനി യസ്മഅന തസ്മഉ തസ്മഅനി യസ്മഊന തസ്മഊന തസ്മഈന തസ്മഅനി തസ്മഅന അസ്മഉ നസ്മഉ. നമ്മൾ ചെല്ലിക്കോളൂ. ഇതന്നെ യസ്മാഉ യസ്മഉ യസ്മഅനി യസ്മഊന തസ്മഉ തസ്മഅനി യസ്മഅന തസ്മഉ തസ്മഅനി തസ്മഊന തസ്മഈന തസ്മഅനി തസ്മഅന അസ്മഉ നസ്മഉ. ഓക്കെ അല്ലേ? റെഡിയാണല്ലേ? പിന്നെ നീ ആർക്കല്ലേ അവളല്ലേ ചെല്ലിക്കോളൂ. വലിയ അത് ചെല്ലിക്കോളൂ. യസ്മാഉ യസ്മാനി യസ്മഊന തസ്മഉ തസ്മാനി യസ്മഅന തസ്മഉ തസ്മഅനി തസ്മഊന തസ്മഈന തസ്മാനി തസ്മാന അസ്മഉ നസ്മഉ. ഓക്കെ അല്ലേ? അപ്പോ ഇപ്പൊ മുദാരിക്ക് നമ്മൾ കടന്നു. ഇനി ഞാൻ ചോദിക്കാണ് ജലസ അതിന്റെ മുദാരി യജ്ലിസു, ദഹബ മുദാരി യദ്ഹബു, അലിമ യഅലമു, നസറ കതബ യക്തുബു, ഖാമ യഖൂമു, ദഹബ യദ്ഹബു, അകല കതബ സമിയ ഖറഅ. അല്ലെ? ഇങ്ങനെ ഓരോന്നിനും മുദാരി വരും അല്ലെ? അങ്ങനെ എല്ലാം മുദാരി വരിക. അതിന് സിയ ചെയ്യില്ല. സിയ മുദാരിക്ക് എന്ത് ചെയ്യാം? മാദിന്റെ സിയയിലേക്ക് കൊടുക്കുക. എന്നിട്ട് മാദി എന്ന് പറഞ്ഞു കൊടുത്ത് മുദാരി പറഞ്ഞാൽ മതി. എല്ലാം ഇപ്പൊ ഈ മജ്ഹൂലും മംഫിയും ഒക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഇതിലും കൂട്ടി കൊടുക്കുക. അപ്പോ നമ്മളെന്താ വെച്ചാല് പിന്നെ സമയം കഴിഞ്ഞോ? 10 മണി കഴിഞ്ഞു അല്ലേ? അവിടെ അവസാനിപ്പിക്കാം അല്ലെ? എന്നാ ഇതും മാദിയും ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത്
സിയകൾ ശരിക്കും ചെല്ലി ലെവലാക്കി വരും കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് 112 ആ അത് പിന്നെ നമ്മളതിന്റെ അടിയിൽ ഓരോ വീട് കൂട്ടുകയാണെങ്കിൽ എത്രയെന്നുള്ള നമുക്ക് തന്നെ അറിയില്ല. മനസ്സിലായില്ലേ? ഇത് മുതാരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുതാരിക്ക് ഇപ്പൊ ലമ്മാണ് എപ്പോഴും പറഞ്ഞല്ലോ. അതിൽ ലമ്മ അല്ലാത്തത് വരുന്ന കോലുണ്ട്. ഇല്ല, 2 കോലുണ്ട്. ഇപ്പൊ ഉദാഹരണം എലിദു എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ചു അല്ലെങ്കിൽ ജനിക്കും എന്നൊക്കെയാണല്ലോ. അപ്പൊ ലമ്മാണല്ലോ. അപ്പൊ അവിടെ ലം എലിദ് എന്ന് പറഞ്ഞാലോ ഉല്ലാഹത് ലം എലിദ്. അവിടെ എലിദു എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അവിടെ സുക്കൂനതാ. കാരണം ലമ്മ് വന്നു. അപ്പൊ ലമ്മ് വന്നാൽ സുക്കൂനേ കിട്ടുള്ളൂ എന്നായി. അതേപോലെ ലെന്ന് വന്നു. ലെൻ യദ്ഹബ എന്നാ പറഞ്ഞു. ലെൻ യദ്ഹബു അറിയില്ല. അപ്പൊ ലെന്ന് വന്നാൽ ഫതഹായിരിക്കും, ലമ്മ് വന്നാൽ സുക്കൂനായിരിക്കും. ആ രണ്ടെണ്ണേ ഇതിന്റെ അപ്പുറത്ത് കളിക്കാറുള്ളൂ. ഒന്നുമില്ല. അപ്പൊ ഉദാഹരണം ഇപ്പൊ പറയുകയാണെങ്കിൽ ഖുർആനിൽ തന്നെ ഉണ്ടാവുമല്ലോ പല വേർഡുകൾ ഉപയോഗിച്ച് നോക്കിയാൽ കാണാം. ലൻ യൻസുറ, ലൻ യൻസുറ അല്ലാഹു, അള്ളാഹു ഒരിക്കലും സഹായിക്കൂല. അവിടെ കുറച്ച് തീർത്തും പേർത്തും അർത്ഥം വരും. ഇല്ലെന്ന് പറഞ്ഞാൽ തൗക്കീദിന്റെ അർത്ഥം വരും. ലൻ യൻസുറ അല്ലാഹു, അള്ളാഹു ഒരിക്കലും സഹായിക്കില്ല. യൻസുറ അതായത് ലെന്ന് വരുമ്പോ ആ അവൻ ഒരിക്കലും സഹായിക്കൂല. ലൻ യക്തുബ, അവൻ ഒരിക്കലും എഴുതൂല. ലം എന്ന് പറയുമ്പോ ലം യൻസുർ, ലം യൻസുർ എന്നാ പറയാ. അവൻ സഹായിച്ചിട്ടില്ല. ലമ്മ് വരുമ്പോ മാതിന്റെ അർത്ഥം വരും. ലൻ തനാലുൽ ബിർറ, അവിടെ എന്താ വെച്ചാല് ബഹുവചനാണ്. ലൻ തനാലൂന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ലൻ തനാല പറയില്ല. ബഹുവചനാകുമ്പോ എന്ത് ചെയ്യും? നീട്ടേണ്ടതുണ്ടല്ലോ. അവിടെ ആ അവസാനത്തെ നൂനിനെ കളയിൽ കൊണ്ട് നസ്ബ് എന്നാ പറയാ. ലൻ എന്നുള്ള തനാല ആണല്ലോ. ലമൻ അവിടെ ഫത്ത് കൊടുക്കണല്ലോ. പക്ഷെ അപ്പൊ എന്താ വെച്ചാൽ ലെന്ന് വന്ന് കിടന്നപ്പോ ഇത് ബഹുവചനമാണ്. ബഹുവചനമായപ്പോ എന്ത് ചെയ്തു? ആ അവിടെ ഫത്ത് കൊടുക്കണം. അതിന് ബദൽ എന്ത് ചെയ്യും? നൂനിനെ കളയുന്ന. തനാലൂന എന്നാണ് അവിടെ ഉള്ളത്. തനാലൂന. അപ്പൊ ലൻ തനാലൂന എന്ന് പറഞ്ഞിടത്ത് ലൻ തനാലു എന്ന് പറഞ്ഞു. നൂനിനെ കളയിൽ കൊണ്ട് അവിടെ പിന്നെ ഫത്തഹ് എന്നാണ് പറയാം. മനസ്സിലായത്? അതൊക്കെ അവിടെ എത്തുമ്പോ നമുക്ക് ഇൻഷാല്ലാ. പക്ഷെ എങ്കിലും സ്റ്റാർട്ടിങ്ങൾ ഇങ്ങനെ പതുക്കെ പിടിച്ചു പോയാൽ മതി. ഇത് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിൽ കൺഫ്യൂഷൻ ആയാലും ഉണ്ടാകുക. അത് അവിടേക്ക് എത്തുമ്പോ നമ്മള് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ഇപ്പൊ ഇത് അവിടൊക്കെ വിട്ടുകളയാ. ലമ്മും ലെന്നും ഒക്കെ വിട്ടുകളയാ. നമുക്ക് ഇതിന് പഠിച്ചിടുക. മുതാരിയിൽ ലമ്മായിരിക്കും എപ്പോഴും ഉണ്ടാകുക. ഫതഹോ സുക്കൂനോ വരണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരേണ്ടി വരും. മനസ്സിലായില്ല? അതിന് നിങ്ങൾ കുറച്ച് പേരുകളൊക്കെ കൂട്ടി പഠിച്ച് സിയ മാലിന്റെ തന്നെ ചെല്ലുക. സിയ മാലിയുടെ തന്നെ ചെല്ലുക. എന്നിട്ട് മുതാരി മാത്രം പറഞ്ഞാൽ മതി. മാലിന്റെ സി എന്തൊക്കെ ഉണ്ടോ, മജൂലുണ്ടോ, മഫിണ്ടോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ മുതാരി മാത്രം ആക്കേണ്ടി വേണ്ടത്. ഓക്കെ.